അഖിൽ മാരാർ 2020 വിട്ടു. ഓന്ത് നിറം മാറുമോ ഇങ്ങനെ, നിലപാടില്ലാത്തവൻ എന്നുള്ള രീതിയിലുള്ള പല സാധനങ്ങളും അഖിൽ മാരാറിനെ ചുറ്റിപ്പറ്റി പോകുന്നുണ്ട്. അങ്ങനെ പറയുന്നവരെ നമുക്കൊന്നും തിരിച്ചു പറയാൻ പറ്റില്ല. അവരുടെ ചോദ്യം ഈസ് വെരി റെലവൻറ്റ് ബിക്കോസ് പല സമയങ്ങളിലായിട്ട് അഖിൽ മാരാർ കാണിക്കുന്നതും പറയുന്നതും ഒക്കെ ഒരു പരസ്പര ബന്ധമില്ലാത്ത കാര്യങ്ങളാണ്. ഇപ്പം പറഞ്ഞ കാര്യങ്ങളായിരിക്കില്ല അപ്പം പറയുന്നത്, ഇപ്പം ചെയ്തതായിരിക്കില്ല പിന്നെ ചെയ്യാൻ പോകുന്നത്. ദാറ്റ് ഈസ് ദെയർ. പക്ഷേ രാഷ്ട്രീയത്തിൽ ഇറങ്ങാൻ താല്പര്യമുള്ള, രാഷ്ട്രീയത്തിൽ ഓൾറെഡി ഇറങ്ങി തോറ്റുപോയ ഒരാൾ വീണ്ടും ഒരു റീ എൻട്രി നടത്തി തോൽക്കുന്നത് അത് ഭയങ്കര അയാളുടെ മാത്രം തെറ്റാണ്. ഓക്കെ, അഖിൽ മാരാർ എന്ന് പറഞ്ഞ വ്യക്തി രാഷ്ട്രീയം കണ്ടത് ഈ പറഞ്ഞ പാവങ്ങളെ സേവിക്കാനും ജനങ്ങളെ സേവിക്കാനും വേണ്ടിയാണോ എന്ന് ചോദിച്ചാൽ ഇന്നലത്തെ അഖിൽ മാരാരുടെ മീഡിയനെ അഡ്രസ്സ് ചെയ്ത കാര്യങ്ങൾ കേട്ടപ്പോൾ അല്ല എന്നുള്ളതാണ് എനിക്ക് പേഴ്സണലി മനസ്സിലായത്. അഖിൽ മാരാർ ആസ് എ ബിസിനസ് മാൻ ചിലപ്പോൾ സക്സസ്ഫുൾ ആവും. അഖിൽ മാരാർ ആസ് എ സിനിമ പേഴ്സൺ ഫെയിലിയറാണ്. അഖിൽ മാരാർ ആസ് എ പൊളിറ്റീഷ്യൻ എഗെയിൻ ഫെയിലിയറാണ്. അഖിൽ മാരാർ ആസ് എ പൊളിറ്റിക്കൽ ക്രിട്ടിക് എന്നുള്ള രീതിക്ക് ചിലപ്പോൾ എന്ത് ചെയ്യും, സക്സസ്ഫുൾ ആവും. ഒരു ക്രിട്ടിക് എന്നുള്ള രീതിക്ക് അയാൾ എന്താണ് സക്സസ്ഫുൾ ആവാൻ ചാൻസ് ഉണ്ട് പൊളിറ്റിക്സിൽ. അല്ലാത്ത പക്ഷം ആസ് എ പൊളിറ്റീഷ്യൻ അയാൾ സക്സസ്ഫുൾ ആവാൻ ഭയങ്കര പാടാണ്. കാരണം അയാൾക്ക് തന്നെ മനസ്സിലാവുന്നില്ല അയാൾ എവിടെ പോയി എൻ്റെ പാവുന്നു എന്നുള്ളത്. അത് ഭയങ്കര മോശമായൊരു കാര്യമാണ് ഒരാളുടെ പൊളിറ്റിക്കൽ കരിയറിൽ. ഇതുപോലെയാണ് ഞാൻ കണ്ട വേറൊരു പൊളിറ്റീഷ്യൻ PC ജോർജ്. ഒരു സ്ഥലത്ത് നിന്ന് അടുത്ത സ്ഥലത്തേക്ക് ചാടും, അവിടുന്ന് അപ്പുറത്തേക്ക് ചാടും. അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകളെ സേവിക്കാനോ അല്ലെങ്കിൽ ആളുകൾക്ക് ജനങ്ങൾക്ക് വേണ്ടിയിട്ടോ അല്ല, സ്വന്തമായ ലാഭത്തിന് വേണ്ടിയിട്ടും സ്വന്തമായിട്ടുള്ള പോക്കറ്റ് നിറയ്ക്കാനും വേണ്ടിയിട്ടുള്ള ഒരു ചെയ്ത്തായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പൊളിറ്റിക്കൽ പിമ്പ് എന്നാണ് ഞാൻ എപ്പോഴും ആ ചങ്ങാതിനെ പറയാറ്. അപ്പോൾ ഈ വീഡിയോ തുടങ്ങുമ്പോൾ എനിക്ക് രമേശ് പിഷാരടി പറഞ്ഞൊരു സാധനത്തിൽ നിന്ന് തുടങ്ങാനാണ് താല്പര്യം. ഇപ്പം ഞാൻ ഈ പറഞ്ഞതിന് പുള്ളി എന്തെങ്കിലും അഭിപ്രായം പറയും, അതിന് നിങ്ങൾ ആരും മറുപടി ഒന്നും പറയാൻ നിൽക്കണ്ടില്ല. ഇപ്പോൾ ഒരാഴ്ച കഴിയുമ്പോൾ അത് പിന്നെയും തിരുത്തി പറയും. ഈ അഖിലിന്റെ ഒക്കെ കാര്യത്തിൽ അഖിൽ അദ്ദേഹത്തിനെ പോലെ അങ്ങനെ മുതിർന്ന ഒരാളൊന്നും അല്ല, ചിലപ്പോൾ എന്നെക്കാൾ ഇളയ ഒരാളായിരിക്കും. അഖില് പറയുന്ന കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ അദ്ദേഹം എന്നെ ശ്രദ്ധിക്കുന്ന പോലൊന്നും ഞാൻ അദ്ദേഹത്തെ ശ്രദ്ധിക്കുന്നില്ല. എനിക്ക് സമയമില്ല. നിങ്ങൾ പറയുമ്പോഴാണ് എന്തെങ്കിലും പുള്ളി പറഞ്ഞെന്നൊക്കെ തന്നെ ഞാൻ അറിയുന്നത്. മാത്രമല്ല അതിനെന്തെങ്കിലും അഭിപ്രായം പറയാനും പറ്റൂല. എന്തായാലും കുറ്റോ മോശമൊക്കെ അല്ലേ പറഞ്ഞിട്ടുണ്ട്, അതേ പറയാൻ സാധ്യതയുള്ളൂ. അങ്ങനെ പറഞ്ഞാലും ചിലപ്പോൾ ഒരാഴ്ച കഴിയുമ്പോൾ ഞാൻ വളരെ മഹാനാണെന്നും നല്ല മനുഷ്യനാണെന്നും പുള്ളി തന്നെ തിരുത്തി പറയും. ഇപ്പം ഞാൻ ഈ പറഞ്ഞതിന് പുള്ളി എന്തെങ്കിലും അഭിപ്രായം പറയും, അതിന് നിങ്ങൾ ആരും മറുപടി ഒന്നും പറയാൻ നിൽക്കണ്ടില്ല. ഇപ്പോൾ ഒരാഴ്ച കഴിയുമ്പോൾ അത് പിന്നെയും തിരുത്തി പറയും. അപ്പം നമുക്കൊരു 2-3 കൊല്ലം പരീക്ഷണത്തിനിട്ട ശേഷം ഒരു സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് ഉറപ്പിച്ച ശേഷം അദ്ദേഹത്തിനൊക്കെ ഉത്തരം കൊടുക്കുക. അതിനൊക്കെ നമ്മൾ സമയം കളയേണ്ട. ഓക്കെ, ഇതാണ് അന്ന് ഇലക്ഷൻ്റെ ടൈമിൽ ഇവർ രണ്ടുപേരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വെർബൽ സ്പാറ്റ് വന്ന സമയത്ത് രമേശ് പിഷാരടി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇത് ഓൾമോസ്റ്റ് ഒരു 99% ആളുകൾക്കും അഖിൽ മാരാരുടെ കേസിൽ ഇതൊക്കെ തന്നെയാവും ഇപ്പോൾ പറയാനുള്ളത്. ആൻഡ് അഖിൽ ഇതിനുള്ള വഴി ഒരുക്കി കൊടുക്കലാണ് സത്യം പറഞ്ഞാൽ ഈ അടുത്ത കാലത്തൊക്കെ ചെയ്തിട്ടുള്ളത്. ഓക്കെ, മനുഷ്യനാണ്, നിലപാടുകൾ മാറ്റാം, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞൊരു കാര്യം തെറ്റാണ് അല്ലെങ്കിൽ അതിൽ വ്യത്യാസമുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് പഠിച്ച് വേണമെന്നുണ്ടെങ്കിൽ ദ അതർ സൈഡ് പറയാം. ദാറ്റ് ഓൾ ദെയർ, അതൊക്കെ ഉള്ളത് തന്നെയാണ് മനുഷ്യൻ്റെ ജീവിതത്തിൽ. പക്ഷേ അഖിൽ മാരാരുടെ കേസിൽ എന്ന് പറയുമ്പോൾ ആദ്യം പറയുന്ന കാര്യം വളരെ കോൺഫിഡൻസിൽ പറയും, ഭയങ്കര സംഭവമാക്കി പറയും. രണ്ടാമത് മാറ്റി പറയുമ്പോൾ വീണ്ടും അത് അതിലും കോൺഫിഡൻസിൽ പറയും. ഇപ്പം എന്താണ് അഖിൽ മാരാറുടെ ഇന്നലത്തെ മീഡിയനെ അഡ്രസ്സ് ചെയ്ത പരിപാടികളിലൂടെ നമുക്കൊന്ന് പോയി നോക്കാം. 2020 ഞാൻ വരാനുണ്ടായ സാഹചര്യം ആദ്യം ഞാൻ പറയാം. കൊട്ടാരക്കരയിൽ നിങ്ങൾ ഉൾപ്പെടുന്ന പല മാധ്യമങ്ങളും UDFന്റെ സ്ഥാനാർത്ഥിയായി ഞാൻ വരുമെന്നൊക്കെ പറഞ്ഞിട്ട് വാർത്തകൾ വിട്ടിട്ടുണ്ട്. അപ്പം കൊട്ടാരക്കരയിൽ UDFന്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കണമെന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. അത് UDFന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുക എന്നുള്ളതല്ല, എന്റെ നാട്ടിൽ ഇന്നലകളിൽ എന്റെ മുന്നിൽ ബുദ്ധിമുട്ട് അനുഭവിച്ച ജനതയ്ക്ക് വേണ്ടിയിട്ട് അവർക്ക് വേണ്ടി ഒന്നുകിൽ സംസാരിക്കാൻ കഴിയുക, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ കഴിയുക. അപ്പോൾ എന്നെ കണക്കൊരാൾ മുൻപും തെരഞ്ഞെടുപ്പിൽ ഒരു ബ്ലോക്ക് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനിരുന്ന സമയത്ത് ആ അവസരം നിഷേധിച്ച അന്നത്തെ രാഷ്ട്രീയ നേതാവ് കൊടിക്കുന്നിൽ സുരേഷായിരുന്നു. അപ്പോൾ അദ്ദേഹം അന്ന് എനിക്ക് പകരം മറ്റൊരാളെ കോട്ടാത്തല ബ്ലോക്ക് പഞ്ചായത്തിൽ മത്സരിപ്പിക്കുകയും ഞാൻ അവിടെ സ്വതന്ത്രമായിട്ട് മത്സരിക്കുകയും ചെയ്തു. അന്ന് 1700ഓളം വോട്ട് ഒരു CPM കോട്ടാത്തലയിൽ എനിക്ക് ലഭിച്ചതുമാണ് ഒറ്റയ്ക്ക് മത്സരിച്ച സമയത്ത്. സമാനമായ ഒരു സാഹചര്യമാണ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരുങ്ങി വരുന്നതെന്ന് എനിക്ക് തോന്നി. സ്വതന്ത്രനായിട്ട് കൊട്ടാരക്കര മത്സരിക്കണം. ഐഷ പോറ്റി 4 വർഷമായിട്ട് രാഷ്ട്രീയ പ്രവർത്തനത്തിൽ നിന്ന് മാറി നിന്ന ഐഷ പോറ്റിയെ കൊണ്ടുവന്നത് കോൺഗ്രസിനെ രക്ഷിക്കാനോ അല്ലെങ്കിൽ ബാലഗോപാലിൽ നിന്ന് ഈ സീറ്റ് തിരിച്ചു പിടിക്കാനോ ഒന്നും ആയിരുന്നില്ല എന്നതാണ് അടിസ്ഥാനപരമായ യാഥാർത്ഥ്യം. ഞാൻ കൊട്ടാരക്കരയിൽ മത്സരിക്കുമെന്ന് തോന്നിയ ചില ആൾക്കാർ അവിടെ നിന്ന് എന്നെ ഒഴിവാക്കാൻ കണ്ടെത്തിയ ഒരു മാർഗമാണ് ഐഷ പോറ്റിയുടെ രാഷ്ട്രീയ പ്രവേശനം. അതിനുവേണ്ടി അവർ ഐഷ പോറ്റിയുമായി നടത്തിയ ചർച്ചകൾ പലതും എനിക്കറിയാം. അപ്പോൾ രണ്ടായാലും അത് അങ്ങനെ സംഭവിച്ചു. ഐഷ പോറ്റി കൊട്ടാരക്കര വന്നു. ഇത്രയും വലിയ കോൺഗ്രസ് തരംഗം ആഞ്ഞടിച്ചിട്ടും കൊട്ടാരക്കരയിൽ ഐഷ പോറ്റി പരാജയപ്പെട്ടത് അവിടുത്തെ കോൺഗ്രസ് അത്രയും ദുർബലമായതുകൊണ്ടാണ്. ഈ കോൺഗ്രസിന്റെ ദുർബലത
കോൺഗ്രസിനുള്ളിലുള്ള വ്യക്തിബന്ധങ്ങളൊക്കെ മുതലാക്കിക്കൊണ്ടും ഒരു സ്വതന്ത്രനായിട്ട് മത്സരിച്ചു കഴിഞ്ഞാൽ എനിക്ക് അവിടെ മാന്യമായ ഒരു വോട്ട് അവിടെ പിടിക്കാൻ പറ്റുമെന്നുള്ള എന്റെ ചിന്ത ആ സമയത്തുണ്ടായിരുന്നു. അങ്ങനെ ഇരുന്ന സമയത്താണ് NDAയുടെ പല ഏജൻസികളും എന്നെ ബന്ധപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് വലിയ സാമ്പത്തിക ഓഫറുകൾ നൽകി ബന്ധപ്പെട്ട ഏജൻസികളുണ്ട്. 2020യുടെ ഭാഗമായിട്ട് തന്നെ ആദ്യം ബന്ധപ്പെടുന്നത് NDAയുടെ റാം എന്ന് പറഞ്ഞിട്ട് അവരുടെ ഒരു നാഷണൽ ക്യാമ്പയിനും കാര്യങ്ങളൊക്കെ നോക്കുന്ന ഏതൊരു ടീമിനെ ഏൽപ്പിച്ചതാണ്. പല പ്രാവശ്യം എന്നെയും മാനേജരെയും ഒക്കെ ബന്ധപ്പെട്ടപ്പോഴും ഞാൻ ഇയാളെ കാണാൻ പോലും കൂട്ടാക്കിയിരുന്നില്ല. ഫെബ്രുവരി 5-ാം തീയതി ശ്രീ രമേശ് ചെന്നിത്തല എന്നോട് ഏത് മണ്ഡലം അഖിലിന് നോക്കണം, അതായത് കൊട്ടാരക്കര ഇല്ല എന്നുണ്ടെങ്കിൽ ഏത് മണ്ഡലം നോക്കണം എന്ന് പറഞ്ഞ സമയത്ത് ഞാൻ ആദ്യം പറയുന്നത് നിയമം നോക്കിക്കോളൂ, അല്ലെങ്കിൽ പിണറായി വിജയന്റെ തലശ്ശേരി ധർമ്മടം നോക്കിക്കോളൂ എന്നാണ്. കാരണം അവിടെ എനിക്ക് പൊളിറ്റിക്സ് സംസാരിക്കാനുള്ള ഒരു സ്പേസ് സൃഷ്ടിക്കപ്പെടും എന്നുള്ളതായിരുന്നു. അപ്പോൾ അദ്ദേഹം പറയുന്നത് സംഘടനാപരമായി ദൗർബലമുള്ള പ്രദേശത്തൊന്നും പോയി ചുമ്മാതെ ഭാവി കളയരുത്, കാര്യം നിങ്ങൾക്കൊക്കെ മറ്റ് മേഖലയിൽ നിന്ന് വരുമാനം വന്നുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. അത് കഴിഞ്ഞതിന് ശേഷം സാബു ജേക്കബ് എന്നെ ബന്ധപ്പെടുന്ന സമയത്ത് അപ്പൊ ഇതിനുശേഷം ഈ ജമാഅത്ത് ഇസ്ലാമിക്കെതിരെ ഞാൻ പല പ്രാവശ്യം ചില സ്റ്റേറ്റ്മെന്റുകൾ നടത്തിയിട്ടുണ്ട്. അപ്പോൾ അത് കോൺഗ്രസിന്റെ ആശയവുമായി ചേർന്ന് പോകുന്നതല്ല. ഞാനത് വ്യക്തിപരമായിട്ട് ശ്രീ VD സതീശന് ഞാൻ മെസ്സേജ് അയച്ചതാണ്. രാഷ്ട്രീയമായിട്ട്, അതായത് നമ്മൾ വർഗീയതയ്ക്കെതിരെ പറയുമ്പോൾ കേവലം ഒരു NSS, SNDP, RSS മാത്രമാക്കി ചുരുക്കാതെ അതിൽ ജമാഅത്ത് ഇസ്ലാമിയുടെ വർഗീയ രാഷ്ട്രീയം കൂടെ നിങ്ങൾ തുറന്നു കാണിക്കൂ എന്ന് ഞാൻ അദ്ദേഹത്തിന് മെസ്സേജ് അയച്ചാണ്. അതിനുശേഷം എനിക്ക് അദ്ദേഹം മെസ്സേജ് ഒന്നും അയച്ചില്ല. പക്ഷേ ഞാനിത് പറഞ്ഞത് ഇതിന് ഇഷ്ടപ്പെട്ടിരുന്നില്ല. അപ്പോൾ എനിക്ക് ഒരിക്കലും കോൺഗ്രസിൽ നിന്നൊരു സീറ്റൊന്നും ലഭിക്കത്തില്ല എന്ന് എനിക്ക് മനസ്സിലായതിനു ശേഷം സ്വതന്ത്രമായി മത്സരിക്കാൻ തീരുമാനിച്ച് എനിക്ക് കിട്ടിയ ഒരു അവസരമാണ് 2020യുടെ സ്വതന്ത്ര ചിഹ്നത്തിൽ കൊട്ടാരക്കര മത്സരിക്കാൻ ഉണ്ടാവുന്ന അവസരം. പൊളിറ്റിക്കൽ റീ എൻട്രി ഓഫ് അഖിൽ മാരാർ എങ്ങനെ 2020 എന്ന് പറഞ്ഞ പാർട്ടിയിലേക്ക് വന്നു, ആൻഡ് കോൺഗ്രസിന്റെ അകത്ത് എന്ത് സംഭവിച്ചു എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെയാണ് ഇന്നലെ അഖിൽ മാരാർ സംസാരിച്ചത്. ഇതിൽ തന്നെ ഒരു കാര്യം ക്ലിയർ ആണ്. രമേശ് ചെന്നിത്തല ഇയാളോട് സീറ്റ് എവിടെ വേണമെന്ന് ചോദിച്ചു, സീറ്റിനെ കുറിച്ചുള്ള ചർച്ചകൾ നടക്കുന്നു. ഇങ്ങനത്തെ ഒക്കെ കാര്യങ്ങളാണ് അഖിൽ മാരാർ ഇപ്പോൾ പത്രമാധ്യമങ്ങളെ കണ്ട് ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓക്കെ, എനിക്കും പേഴ്സണലി അറിയാവുന്ന ഒരു കാര്യം പറയാം. അഖിൽ മാരാർ എന്താണെങ്കിലും സീറ്റിന് വേണ്ടിയുള്ള നെഗോസിയേഷൻസ് കോൺഗ്രസ് പാർട്ടിക്കകത്ത് മുതിർന്ന നേതാക്കന്മാരോട് നടത്തിയിട്ടുണ്ടെന്നുള്ളത്. പക്ഷേ അഖിലിൻ്റെ ഒരു വിഷയം എന്താ പറയുക, അഖിൽ പല സമയങ്ങളിൽ പലതും മാറ്റിയും മറിച്ചും പറയുന്നതുകൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഏറെ കയറുന്ന ഐറ്റങ്ങളാണ്. ഓക്കെ, ഇപ്പോൾ ഈ 2020 പാർട്ടിയിലേക്ക് അഖിൽ മാരാറിനെ എടുത്ത സമയത്ത്, ഈ പൊളിറ്റിക്കൽ റീ എൻട്രി ടു 2020 വന്ന സമയത്ത് ഇവർ പത്രസമ്മേളനം നടത്തിയപ്പോൾ അഖിൽ മാരാറിനെ ഇതിന് വേറൊരു വേർഷനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഒരു സ്ഥാനാർത്ഥി ചർച്ചയും അടിസ്ഥാനപരമായി UDF ആരുമായിട്ട് നടത്തിയിട്ടില്ല. അതല്ല ആശയപരമായ ചില തടസ്സങ്ങൾ ആക്ച്വലി എനിക്ക് കോൺഗ്രസിലുണ്ടായേക്കും. എനിക്കറിയില്ല, അപ്പുറത്തേക്കൊന്നും അറിയില്ല. ഞാൻ പല വിഷയങ്ങളിൽ ഇപ്പം ഞാൻ SDPയെ തള്ളി പറയുന്ന ആളാണ്. ആശയപരമായ പ്രശ്നങ്ങൾ അവിടെ ഇരിക്കട്ടെ മാരാരെ, ഒരു രീതിയിലും അടിസ്ഥാനപരമായിട്ട് ഒരു ചർച്ചയും നടത്തിയില്ല എന്നാണ് 2020 പത്രസമ്മേളനം നടന്ന സമയത്ത് അഖിൽ മാരാർ പബ്ലിക്കിനോട് പറഞ്ഞത്. ഇതാണ് അഖിലിൻ്റെ പ്രശ്നം. ഒരു സ്ഥലത്ത് പറയും ഒരു തരത്തിലുള്ള നെഗോസിയേഷൻസും നടന്നില്ല, ചർച്ചകളും നടന്നിട്ടില്ല. നേരെ അത് കഴിഞ്ഞ് ഇത് വേറൊരു വിഷയമായിട്ട് മാറുമ്പോൾ ഇല്ല, ചർച്ചകൾ നടന്നു, രമേശ് ചെന്നിത്തല എന്നോട് ചോദിച്ചു. അല്ല, കാണുന്ന ജനങ്ങളോ അല്ലെങ്കിൽ ഇത് സോഷ്യൽ മീഡിയയിൽ വന്ന് ഓഡിറ്റ് ചെയ്യുന്നവരോ മണ്ടന്മാരല്ലല്ലോ അഖിലേ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർവൈവ് ചെയ്യാൻ വേണ്ടി എന്താ പറയുക, പച്ചയ്ക്ക് പറഞ്ഞാൽ അപ്പ കണ്ടവനെ അപ്പ എന്ന് വിളിക്കുന്ന പരിപാടിയായിട്ടുള്ള വർത്താനമാണ്. ആ സാധനം പറഞ്ഞു കഴിഞ്ഞ് ഇവിടെ എക്സ്പോസ്ഡ് ആവില്ലേ? അല്ലെങ്കിൽ പിന്നെ പറയണം ക്ലിയർ ആയിട്ട്, ഞാൻ എൻ്റെ എക്സിസ്റ്റൻസിന് വേണ്ടി നിൽക്കുന്ന ഒരാളാണ്, ഞാൻ പൊളിറ്റീഷ്യൻ ആവുന്നത് എൻ്റെ ലൈഫിന് എനിക്ക് മെച്ചം ഉണ്ടാക്കാനാണ്. ഇനി ഞാൻ വേറൊരു കാര്യം പറയാം. പണ്ടത്തെ രാഷ്ട്രീയക്കാരുണ്ടായിരുന്നു ഒരുപാട്, പണ്ടത്തെ വേണ്ട, ഇപ്പം തന്നെ റീസെൻറ്റ് എക്സാമ്പിൾ ഉണ്ട്. MK മുനീർ എന്ന് പറഞ്ഞ മനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ വീട് ജപ്തിയിലിരുന്ന ഒരു അവസ്ഥയും അങ്ങനത്തെ പല കാര്യങ്ങളും നമ്മൾ കണ്ടതാണ്. അതായത് കുടുംബം വിറ്റ് വരെ രാഷ്ട്രീയം ചെയ്ത് അല്ലെങ്കിൽ നാടിന് വേണ്ടി നല്ലത് ചെയ്യാൻ ഇറങ്ങുന്ന ആളുകളുടെ ഒരു കാലഘട്ടം ഇവിടെ ഉണ്ടായിരുന്നു. ബട്ട് ഇപ്പോഴൊരു മോസ്റ്റ് മെജോറിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തമായി സെറ്റിൽ ചെയ്യാനും അല്ലെങ്കിൽ സ്വന്തമായിട്ടുള്ള സെറ്റിൽമെൻറ്റ്സിനും വേണ്ടി മാത്രം വരുന്ന ആളുകളാണ്. ആ കൂട്ടത്തിൽ ഒരാൾ എഗെയിൻ രാഷ്ട്രീയത്തിലേക്ക് വന്നു എന്ന് മാത്രമാണ് അഖിൽ മാരാർ വരുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നത്. പണ്ട് അഖിൽ മാരാർക്ക് ഉണ്ടായിരുന്ന ഒരു റിവെഞ്ച് ഉണ്ട്. കോട്ടാത്തലയിൽ ഈ പറഞ്ഞ പോലെ സീറ്റ് കൊടുത്തു കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വിഷയത്തിൻ്റെ മുകളിൽ കോൺഗ്രസ് പാർട്ടീനോടുള്ള അതിയായ ദേഷ്യവും റിവെഞ്ചും മനസ്സിൽ വെച്ച അഖിൽ ആ കോൺഗ്രസിൻ്റെ അകത്ത് തന്നെ എങ്ങനെയെങ്കിലും ഒരു സീറ്റ് ഒപ്പിച്ച് അവിടെ ബാക്കിയുള്ളവരുടെ മുന്നിൽ ഞാൻ കണ്ടടാ അഖിൽ മാരാർ ഇപ്പോൾ സീറ്റ് കിട്ടിയില്ലേ, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ട അവസ്ഥ വന്നില്ലേ എന്നുള്ളത് ചോദിപ്പിക്കാൻ വേണ്ടി നടന്ന അഖിൽ അവിടുന്ന് പിന്നെ ആ സീറ്റിൻ്റെ വിഷയങ്ങളായി പ്രശ്നങ്ങളായ സമയത്ത് നൈസായിട്ട് അടുത്ത മേച്ചിൽപ്പുറം ഏതാണെന്ന് നോക്കി കയറി. അതിൽ അഖിലിന് ഈ പറഞ്ഞ പോലെ BJP എന്ന് പറഞ്ഞ ആ ഒരു അത് അഖിലിൻ്റെ ബുദ്ധി. ഒറ്റയടിക്ക് BJP കയറിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നാളുകളിൽ പല ചോദ്യങ്ങളും വരും അഖിലിനെതിരെ. അപ്പോൾ അത് ബൈപ്പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് നൈസായിട്ട് ND ആയിട്ട് സഖ്യകക്ഷിയായിട്ട് നിൽക്കുന്ന 2020 കയറിപ്പറ്റി. അതാണ്, അത്രയും ഞാൻ അതിന് കാണുന്നുള്ളൂ.
പിന്നെ ഇതൊന്നും നാട്ടുകാരെ സേവിക്കാനോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ചാരിറ്റി ചെയ്യാനോ അല്ലെങ്കിൽ നല്ലത് ചെയ്യാനോ ആയിട്ടും എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല. ആദ്യം നമ്മൾ വെൽ ആൻഡ് ഫിറ്റ് ആവണം. ഞാൻ കാണുന്ന രാഷ്ട്രീയം അങ്ങനെയാണ്. നമ്മൾ നല്ല രീതിയിൽ വെൽ സെറ്റിൽഡ്, ഫിറ്റ് ഇനഫ് ടു ടേക്ക് അവർ റെസ്പോൺസിബിലിറ്റീസ് പ്രോപ്പർലി. നമ്മുടെ റെസ്പോൺസിബിലിറ്റി കൃത്യമായി ചെയ്യാൻ പറ്റുന്ന ഒരാളാണെങ്കിൽ നമുക്ക് നാട്ടിലിറങ്ങി രാഷ്ട്രീയം ചെയ്യാം, അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരായിട്ട് നടന്ന് നമുക്ക് നാടിനെ സേവിക്കാം. കാരണം നമ്മൾക്ക് നമ്മളെ കുടുംബത്തിനും ബാക്കിയുള്ളവർക്കും സേഫ് ആവാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, അതിനുള്ളൊരു സ്ഥലം വെച്ചിട്ട് ഇപ്പുറത്ത് പൊളിറ്റിക്സും കൂടി കൊണ്ടുപോകാൻ പറ്റണം. അപ്പം അഖിലിനെ സംബന്ധിച്ചിടത്തോളം 6-7 കൊല്ലം മുന്നിലായിരുന്ന അഖിൽമാരല്ല ഇപ്പോൾ. ബിഗ് ബോസ് ഒക്കെ കഴിഞ്ഞ് ഒന്ന് സെറ്റിലായ ഫേസിലാണ് നേരെ ചാടി കയറി രാഷ്ട്രീയത്തേക്ക് ഇറങ്ങുന്നത്. അത് എഗെയിൻ സെറ്റിലായതിൻ്റെ മുകളിൽ ഒരു സെറ്റിൽമെൻറ്റ് എന്നുള്ള രീതിക്കാണ് എനിക്ക് തോന്നിയത്. കാരണം രാഷ്ട്രീയത്തിലിറങ്ങി വലിയ രീതിയിൽ എന്താ പറയുക, നാടിനെ സേവിക്കാൻ മാത്രം കയ്യിൽ നിന്ന് പൈസ അറിയും. ഇത് വിജയമൊന്നും അല്ലല്ലോ. അഖിൽമാരൊരു ബിഗ് ബോസ് കഴിഞ്ഞു സെറ്റിലായി എന്നല്ലേ ഉള്ളൂ. അത് എത്രത്തോളം സെറ്റിലാവും എന്നുള്ളതൊക്കെ എനിക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം. ഒരു പക്ഷേ സാധാരണക്കാർക്ക് അത് എത്ര കണക്റ്റ് ആവുമെന്ന് അറിയില്ല. എനിക്കതിൻ്റെ ഒരു ഫിനാൻഷ്യൽ പരിപാടി എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നന്നായിട്ട് അറിയാം. അപ്പം അങ്ങനെ സെറ്റിലായത് വെച്ചിട്ട് നമുക്ക് നാട്ടിലിറങ്ങി കൈ അഴിച്ച് ആരെയും സഹായിക്കാനൊന്നും പറ്റില്ല. നമുക്ക് പറ്റും ആ ഒരു ഫേസും ആ റെക്കഗ്നിഷനും വെച്ചിട്ട് വേറെ ഏതെങ്കിലും ഒരു പണച്ചാക്കിനെ നമുക്ക് എന്ത് ചെയ്യാം, നൈസായിട്ട് വലയിലാക്കിയിട്ട് അവരെ കൊണ്ടുവന്ന് നമ്മളുടെ ഒരു പേരിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഫേസിൽ നമുക്ക് നിങ്ങൾ കുറച്ച് പൈസ ഇറക്കുക, നമുക്ക് കുറച്ച് ചാരിറ്റി ഒക്കെ ചെയ്യാം, ഞാനൊരു രാഷ്ട്രീയ പ്രവർത്തനമായിട്ട് നിൽക്കല്ലേ, അങ്ങനെ എങ്ങനെയൊക്കെ ചെയ്തിട്ട് വേണമെങ്കിൽ എന്താ നൈസായിട്ട് ഗെയിം കളിച്ചിട്ട് പോകാം. പല രാഷ്ട്രീയക്കാരും ഇവിടെ അത് കളിക്കുന്നുണ്ട്. പല മുതലാളിമാരുടെയും അല്ലാത്ത വേറെ പൈസ ചാക്കുകളുടെയൊക്കെ പൊളിറ്റിക്കൽ ഫേസായിട്ട് നിൽക്കുന്ന കുറേ ബിനാമി രാഷ്ട്രീയക്കാരുണ്ട്. അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ആവാൻ നോക്കിയതായിരിക്കണം. എന്താണെങ്കിലും 2020 പാളി, രാഷ്ട്രീയം എഗെയിൻ പാളി, റീ എൻട്രിയും പൊളിഞ്ഞു. ഇനി എവിടെ പോകുമെങ്കിൽ ഞാൻ അഖിലിന് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല ഏത് പാർട്ടിയിലേക്കാണ് പോകുന്നത്. ഇപ്പോൾ വന്നിരുന്ന് 2020 ഭയങ്കരമായി വിമർശിക്കുന്നുണ്ട്. സാബു ജേക്കബ് ഈ പാർട്ടി തുടങ്ങിയത് അയാളുടെ സ്വയം ലാഭത്തിനാണ്. അപ്പോൾ അഖിൽ രാഷ്ട്രീയത്തിൽ പോയത് സ്വയം ലാഭത്തിനാണെന്നല്ലേ ഇതിൽ പറഞ്ഞു വെക്കുന്നത്. ഇനി കേട്ടോ, ഡൽഹിയിൽ വെച്ച് ഫെബ്രുവരി 11-ാം തീയതി ഡൽഹിയിലാണ് ഞാനെന്നും ഉറപ്പ് നൽകിയെങ്കിൽ മാത്രമേ കൊട്ടാരക്കര സീറ്റ് ഞങ്ങൾ മേടിക്കത്തുള്ളൂ. അഖിൽ 2020 വന്നെങ്കിൽ മാത്രമേ കൊട്ടാരക്കര സീറ്റ് മേടിക്കൂ. കാര്യം കൊട്ടാരക്കരയിൽ അവർക്ക് ആളില്ല. കൊട്ടാരക്കരയിൽ നല്ല ഒരിടത്ത് അവർക്ക് ആളില്ല എന്നുള്ളത് പിന്നീട് ഞാൻ തൃക്കാക്കര വന്നപ്പോൾ എനിക്ക് മനസ്സിലായി. അപ്പോൾ എനിക്ക് ഈ സീറ്റ് ഉറപ്പ് പറയുന്നു. ഫെബ്രുവരി 15-നാണോ ശിവരാത്രി നോക്കണം, 15-ഓ 16-ഓ ആണ്. ഞാൻ തലേ ദിവസം എന്റെ നാട്ടിൽ ശിവരാത്രി ഉത്സവമാണ്. തലേന്ന് ഞാൻ പോകുമ്പോൾ തന്നെ ഇദ്ദേഹം പറയുന്നത് ക്യാമ്പയിൻ സ്റ്റാർട്ട് ചെയ്തോളൂ എന്നാണ് പറയുന്നത്. ശിവരാത്രിയുടെ വന്നതിന് ശേഷം ഞാൻ പറയുന്നു ഐ സ്റ്റാർട്ടഡ് മൈ ക്യാമ്പയിൻ എന്ന് ഞാൻ പറയുന്നു. അതിനുശേഷം രശ്മി BJP-യിലേക്ക് വരാൻ പോകുന്നു എന്നൊരു തീരുമാനം ഞാൻ അറിയുന്നു. അപ്പൊ ഞാൻ ഇദ്ദേഹത്തോട് സംസാരിച്ചു, രശ്മി ഇങ്ങനെ വരുന്നുണ്ട്, നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ? ഞാൻ രാഷ്ട്രീയക്കാരനൊന്നുമല്ല, എനിക്ക് പറഞ്ഞ ഒരൊറ്റ വാക്കേ ഉള്ളൂ, ഞാൻ രാഷ്ട്രീയക്കാരെ കണക്ക് 10 അഭിപ്രായം പറയുന്ന ഒരാളല്ല. അഖിൽ അങ്ങനെ കൂടെ എന്നെ വിളിച്ചിട്ട് കൊട്ടാരക്കര സീറ്റ് കിട്ടുമോ എന്ന് ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ പറഞ്ഞാൽ അത് പറഞ്ഞതാണ്. ഓക്കെ, അങ്ങനെ സംസാരിച്ച് മനസ്സിലായി. ഞാൻ പിന്നീട് ഫെബ്രുവരി 19-നോ മറ്റോ ഞാൻ വീണ്ടും ഇദ്ദേഹത്തെ നേരിട്ട് കാണുന്നു. നേരിട്ട് കണ്ട സമയത്ത് ഓഫീസിൽ നിന്ന് ഞാൻ പറയുന്നു ഇങ്ങനെ ഒരു സാധ്യതയുണ്ട്. അപ്പം കാരണം പുള്ളിക്ക് അടിസ്ഥാന രാഷ്ട്രീയത്തെക്കുറിച്ച് യാതൊരു ബോധവുമില്ല. ഞാൻ പറയുന്നു ഒരാൾ നിയമസഭയിൽ കോൺഗ്രസ് വിട്ട് നിയമസഭയിൽ മത്സരിച്ച ഒരാൾ കോൺഗ്രസ് വിട്ട് BJP-യിലേക്ക് വന്നാൽ സ്വാഭാവികമായും BJP-ക്ക് അവർക്ക് സീറ്റ് കൊടുക്കണം. അപ്പൊ സാറി പറയുന്ന ഉറപ്പാണോ? കൊട്ടാരക്കരയിൽ ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ മാറി എന്നോളാം, പ്രശ്നമില്ല. വെറുതെ എനിക്ക് എന്റെ അച്ഛൻ അന്ന് മുതൽ എന്റെ അടുത്ത് മിണ്ടിയിട്ടില്ല. അച്ഛൻ ഭയങ്കര കോൺഗ്രസ്സുകാരനാണ്. എന്റെ പല സുഹൃത്തുക്കളും ഞാനുമായിട്ടാകുന്നു. പലരും ഞാൻ എടുത്ത തീരുമാനത്തോട് വിയോജിച്ചു. സോഷ്യൽ മീഡിയയിൽ എനിക്കെതിരെ അതിശക്തമായ നെഗറ്റീവ് ക്യാമ്പയിൻ നടക്കുന്നു. എന്നെ ഇഷ്ടപ്പെട്ട ആൾക്കാർ പലരും തെറി വിളിക്കുന്ന സാഹചര്യം വരുന്നു. ഞാൻ ഒരു മതേതര മൂല്യത്തോടു കൂടി നിലനിൽക്കണമെന്ന് ആഗ്രഹിച്ചത് കൊണ്ടാണ് ഞാൻ യഥാർത്ഥത്തിൽ 2020-ലേക്ക് പോകുന്നത് തന്നെ. ഓക്കെ, അഖിൽമാരർ എഗെയിൻ പറയുന്നു ഒരു രാഷ്ട്രീയ ബോധവും ഇല്ലാത്തൊരു വ്യക്തിയാണ് സാബു ജേക്കബ് എന്നുള്ളത്. പക്ഷെ കഴിഞ്ഞ പത്രസമ്മേളനത്തിൽ അങ്ങനെ ആയിരുന്നില്ല പറഞ്ഞു. 2020-യെ പുകഴ്ത്തി പറയുന്നു, സാബു ജേക്കബ് എന്ന് പറഞ്ഞ വിഷണറിയെ പൊക്കി പറയുന്നു, ആ പാർട്ടിയുടെ കാര്യങ്ങളിങ്ങനെ എടുത്തു പൊക്കി പറയുന്നു, അവരെന്താണ് ആ നാടിന് വേണ്ടി ചെയ്തത്. മനസ്സിലായോ? അങ്ങനെ പല സാധനങ്ങളും നിങ്ങൾ ഒരു പാർട്ടിയെക്കുറിച്ച് പഠിക്കാതെയാണോ അങ്ങോട്ട് ചാടി കയറി? സീരിയസ്ലി ചോദിക്കുകയാണ്. ഇപ്പം നിങ്ങൾ പറയുന്നു ഈ പാർട്ടിക്ക് കേരളത്തിലാകെ 1-2 സ്ഥലങ്ങളിൽ മാത്രമേ ഗ്രിപ്പുള്ളൂ, അല്ലാതെ ഇതിന് കേരളം മൊത്തം ഗ്രിപ്പുള്ള ഒരു പാർട്ടിയല്ല. ഓക്കെ, പിന്നെ എന്ത് തേങ്ങ പുഴുങ്ങാനാണ് ആ പാർട്ടിക്ക് ചാടി കയറിപ്പോയി ആ പാർട്ടീനെ വളർത്താമെന്ന് വിചാരിച്ചിട്ടോ? അപ്പോൾ അതിൻ്റെ ബാക്കിലുള്ള സാധനം എന്താ? ഒരു പാർട്ടി അതിൻ്റെ ബഡ്ഡിങ് സ്റ്റേജിലാണ്. 2020 എന്ന് പറയുന്നത് അതിൻ്റെ ബഡ്ഡിങ് സ്റ്റേജിലാണ്. അത് 1-2 സ്ഥലങ്ങളിൽ മാത്രം കേരളത്തിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു പാർട്ടി. ഓക്കെ, അവർക്ക് നല്ലൊരു മോഡൽ ഒരു സ്ഥലത്തുണ്ട്. അത് കേരളത്തിൽ മൊത്തം വികസിപ്പിക്കണമെങ്കിൽ ഈ BJP-യെ പോലെ ഒരു ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു പാർട്ടിയുടെ ഫണ്ടിങ് വന്ന് അതിൻ്റെ സഖ്യകക്ഷിയായി നിന്ന് കഴിഞ്ഞാൽ പറ്റുമായിരിക്കും എന്നുള്ളൊരു തോട്ടിലായിരിക്കണം ഈ പറഞ്ഞ സാബു ജേക്കബ് അപ്പുറത്തേക്ക് ചാടിയത്. പിന്നെ ഈ സീറ്റ് ആര് തീരുമാനിക്കും, ആര് കൊടുക്കും എന്നുള്ളതൊക്കെ ഇവരുടെ ഇന്നർ ടോക്സ് ആണ്. അതിലൊന്നും നമുക്കൊന്നും പറയാനില്ല. ഇപ്പോൾ സാബു ജേക്കബ് വന്ന് ഇരുന്നിട്ട്
അത് പാർട്ടി ഇന്ത്യ തീരുമാനിച്ചു അല്ലെങ്കിൽ ഞങ്ങൾ തീരുമാനിച്ചു, അതൊന്നും നമ്മൾ അറിയാൻ പോകുന്നില്ല. ഇപ്പോൾ എന്താണോ അഖിലിൻ്റെ വേർഷൻ അത് മാത്രമേ നമുക്ക് കേൾക്കാൻ പറ്റുള്ളൂ. പക്ഷേ അന്നത്തെ പത്രസമ്മേളനത്തിന് അങ്ങനെ ആയിരുന്നില്ല. സാബു ജേക്കബ് പറഞ്ഞത് ഇത് 2020 അല്ല തീരുമാനിക്കുന്നത്, NDA നേതൃത്വമാണ് തീരുമാനിക്കുന്നതെന്നാണ്. പക്ഷേ ഇപ്പോൾ അഖിൽ പറയുന്നത് സാബു ജേക്കബ് ആദ്യം ഉറപ്പ് കൊടുത്തു എന്നുള്ളതാണ് പറയുന്നത്. ഇനി സാബു ജേക്കബാണോ ഉറപ്പ് കൊടുത്തത് അതോ BJPയുടെ ഉയർന്ന നേതാവാണോ ഇവിടെ കൊടുത്തതെന്നുള്ളത് നമുക്കറിയില്ല. ഓക്കെ, വാട്ടെവർ എന്താണെങ്കിലും ഇവിടെ എനിക്ക് തോന്നുന്നൊരു കാര്യം ഞാൻ പറയാം. 2020 അഖിലിൻ്റെ പോക്ക് എന്ന് പറഞ്ഞാൽ ആ പാർട്ടി വളരുമ്പോൾ സാബു ജേക്കബ് മാത്രമാണ് അവിടുത്തെ ഒരു ദ കീ മാൻ, ദ ഫൗണ്ടർ, ദ മെയിൻ മാൻ എന്നുള്ളത്. ഹൂസ് നെക്സ്റ്റ് എന്നുള്ളൊരു ചോദ്യമുണ്ട്. അവിടെ 2020 എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ തൃക്കാക്കരയിൽ വേണമെങ്കിൽ ലോക്കലി കുറച്ച് നേതാക്കന്മാരുണ്ട് എന്നല്ലാതെ കേരളം ഒട്ടടങ്കം അറിയുന്ന നല്ല ഒരു ഫെയിം ഫേസ് ഇല്ല 2020. സാബു ജേക്കബ് കഴിഞ്ഞാൽ ഹൂസ് നെക്സ്റ്റ്, അത് വേണമെങ്കിൽ എനിക്ക് ഉപയോഗിക്കാം. എന്നാൽ എനിക്ക് NDAയുടെ ഭാഗമായിട്ട് നിൽക്കും ചെയ്യാം. 2020 ഒരു സ്വതന്ത്രമായിട്ട് നിൽക്കുന്ന ഒരു സാധനമായിട്ട് അവിടെയും നിൽക്കാം. 2 തോണിയിലും കാലിട്ട് നിൽക്കാം. 2 രീതിയിലും എനിക്ക് അഭിപ്രായ പ്രകടനം നടത്താം എന്നുള്ള ഒരു കുറുക്കൻ മൂവായിരുന്നു ആര് നടത്തിയത്, അഖിൽമാരാർ നടത്തിയത്. പിന്നെ ആ പാർട്ടി വളരുമ്പോൾ ഞാൻ വളർത്തി എന്നുള്ളൊരു സ്കീമിലേക്ക് കാര്യങ്ങളും പോകും. ഓക്കെ, സാബു ജേക്കബിൻ്റെ കയ്യിൽ ഫണ്ടുണ്ട്, NDA എന്ന് വരുന്ന ഫണ്ടുകൾ കിട്ടും. ആ ഫണ്ടുകളൊക്കെ വെച്ചിട്ട് നാട്ടിൽ പല പ്രവർത്തികളും ചെയ്ത് അതിലൂടെ ഒരു രാഷ്ട്രീയം, അതായത് ബേസിക്കലി അതൊക്കെ എടുത്ത് ചിലവാക്കിയ ഒരു രാഷ്ട്രീയക്കാരനായിട്ട് നൈസായി വളരാമെന്ന് വിചാരിച്ച് പോയതാണ്. പക്ഷേ സാബു ജേക്കബ് അതിന് സമ്മതിച്ചില്ല. അതിനിടതാണ് വെച്ചു. അതിന് മറ്റേ വിട്ട മോനെ വണ്ടി, കാരണം സാബു ജേക്കബിൻ്റെ പോസ്റ്റ് ഞാനവിടെ സൈഡിൽ വെക്കുന്നുണ്ട് ഇന്നലെ ഇട്ടത്. അതിനകത്ത് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഇത് 20 ലക്ഷത്തിൻ്റെ വണ്ടിയും അല്ലെങ്കിൽ ആദ്യം ലോങ് ഡിസ്റ്റൻസ് പോകാനൊരു ബെൻസും അത് കഴിഞ്ഞിട്ട് ഒരു ഇലക്ട്രിക് കാറും അങ്ങനത്തെ ഒരു പോസ്റ്റ് ലൈഫുള്ള ഒരാൾ ഇവിടെ വരണ്ട, സാധാരണക്കാർക്ക് വേണ്ടി നിൽക്കാൻ പറ്റുന്നവർ വന്നാൽ മതി എന്നൊക്കെ പറഞ്ഞുള്ള ഒരു സാധനം മുഴുവനുള്ള സാധനം അയാൾ എഴുതിയിട്ടിട്ടുണ്ട്. അതിലേക്കൊക്കെ നമുക്ക് വരാം. ബട്ട് ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് മനസ്സിലായിടത്തോളം അഖിൽ മാരാറിന് സ്വതന്ത്രനായിട്ട് നിന്ന് കഴിഞ്ഞാൽ തന്നെ ഒരു നിലയും വിലയും ഉണ്ടായിരുന്നു അഖിലെ. ഞാൻ പലപ്പോഴായിട്ട് അഖിലിനോട് ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് സ്വതന്ത്രനായിട്ട് നിന്നാൽ പോരെ, എന്തിനാണ് ഇവിടെ, അല്ലെങ്കിൽ പിന്നെ കോൺഗ്രസ് തന്നെ നിൽക്കണം. കോൺഗ്രസിൻ്റെ മൗത്ത് പീസായിട്ട് പല വട്ടം സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ കോൺഗ്രസിൻ്റെ മൗത്ത് പീസായിട്ട് തന്നെ നിന്നിട്ട് അടുത്തൊരു 5 വർഷം കഴിയുമ്പോഴത്തേക്ക് സോഷ്യൽ മീഡിയയിലൊക്കെ ഒന്ന് ആക്റ്റീവായി കോൺഗ്രസിന് വേണ്ടി ഒന്നും കൂടി ഒരു ലൗഡ് സൗണ്ട് മൗത്ത് പീസ് ആയി കഴിഞ്ഞാൽ അടുത്തോട്ടൊരു സീറ്റ് തരുമായിരിക്കും. അങ്ങനെ നിന്നാൽ മതി. അതിന് പകരം ഇവിടുന്ന് അത് കിട്ടിയില്ല, അപ്പം വാശിക്ക് അപ്പുറത്തേക്ക് ചാടി അപ്പുറത്ത് പോയിട്ട് മെയിൻ ആവാൻ നോക്കി, അവിടുന്ന് വെട്ടി. ഇപ്പം ലാസ്റ്റ് എന്തായി, കയ്യിലുള്ള പൈസ പോയി എന്ന് ഞാൻ പറയില്ല, പക്ഷേ നിലപാടിൻ്റെ രാജകുമാരനാന്ന് വീണ്ടും തെളിയിക്കേണ്ട അവസ്ഥയായി നാട്ടുകാരുടെ മുന്നിൽ. ഇങ്ങനെ ഇരിക്കുന്ന എനിക്ക് കൊട്ടാരക്കരയിൽ സീറ്റില്ല എന്ന് ഞാൻ അറിയുന്ന ഫെബ്രുവരി 25-ാം തീയതിയാണ്. രാജീവ് ചന്ദ്രശേഖരനെ അതിനുശേഷം ഞാൻ നേരിട്ട് കാണുന്നു. അതായത് അദ്ദേഹം എറണാകുളത്ത് വരുന്ന സമയത്ത് അദ്ദേഹവുമായി നേരിട്ട് സംസാരിക്കുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് അത് ഞാൻ മറന്നുപോയി എന്നാണ്. അതായത് ഒരാളെ ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് കൊണ്ടുവന്ന് സീറ്റ് കൊടുത്തു എന്ന കാര്യം അദ്ദേഹം മറന്നുപോയി എന്ന് അദ്ദേഹം പറയുന്നു. രാജീവ് ചന്ദ്രശേഖർ ഇതുപോലെ മറന്നുപോയി എന്നൊക്കെയാണ് പറഞ്ഞതെന്നുണ്ടെങ്കിൽ, ഇഫ് അത് റിയൽ ആണെന്നുണ്ടെങ്കിൽ അവിടുന്ന് ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാം, അഖിൽ മാരാരെ NDAയോ അല്ലെങ്കിൽ 2020 ഒന്നും ഒരു സെലിബ്രിറ്റി രാഷ്ട്രീയക്കാരൻ്റെ മുഖമായിട്ട് ചുമ്മാ ജോക്കർ കളിക്കാൻ ഒരുത്തന്നെ കൊടുന്ന് നിർത്തിയതിനപ്പുറം നിങ്ങൾക്കൊരു വാല്യൂ തന്നിട്ടില്ല. ഓക്കെ, അത് എന്തുകൊണ്ട് ആദ്യമേ തിരിച്ചറിഞ്ഞില്ല അഖിൽ മാരാർ എന്നുള്ളതാണ് ഞാൻ ചിന്തിക്കുന്നത്. അഖിൽ മാരാർ അത്യാവശ്യം ഷ്രൂഡാണ്, കാര്യങ്ങളൊക്കെ മുൻകൂട്ടി കണ്ട് പ്രവർത്തിക്കാൻ അല്ലെങ്കിൽ അത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാൾക്ക് ഇതെന്തുകൊണ്ട് നിങ്ങൾക്ക് ഈ അതായത് പൊളിറ്റിക്കൽ ഗെയിം നിങ്ങൾക്ക് പറ്റുന്നില്ല. നിങ്ങൾ ഒരു വട്ടം ഫെയിലിയറായി, രണ്ടാമത് ഫെയിലിയർ ആവുന്നു. ദാറ്റ് ഇറ്റ് സെൽഫ് ഷോസ് നിങ്ങൾ പൊളിറ്റിക്കലി ഫിറ്റ് അല്ല ആ ഗെയിം കളിക്കാൻ. ബിഗ് ബോസിൽ ഗെയിം കളിക്കാൻ നിങ്ങൾ ഓക്കെ ആയിരുന്നു, അതിലെ പൊളിറ്റിക്സ് നിങ്ങൾക്ക് ഓക്കെയാണ്. പക്ഷേ ഇവിടുത്തെ രാഷ്ട്രീയക്കാരെ സ്ട്രീറ്റ് ലെവൽ ആ ഒരു സ്മാർട്ട്നെസ് നിങ്ങൾക്ക് ഇല്ല. മനസ്സിലായോ? രാജീവ് ചന്ദ്രശേഖർ അങ്ങനെയൊക്കെ ഒന്ന് പറഞ്ഞിട്ട് പിന്നെ അത് ഇത്ര കാഷ്വലായിട്ട് പറയൂ, അയ്യോ ഞാൻ മറന്നുപോയി എന്നുള്ളത്. അതും അഖിൽ തന്നെ പറയുന്ന പോലെ സ്വയം പ്രൊക്ലെയിംഡ് ഞാനാണ് ഇവിടുത്തെ ഏറ്റവും വലിയ സെലിബ്രിറ്റി മുഖം നിന്നേന്നൊക്കെ പറഞ്ഞു വന്നിട്ട് അങ്ങനെ പറയൂ. പക്ഷേ പത്രസമ്മേളനത്തിൽ പറഞ്ഞതൊക്കെ സാബു ജേക്കബും ടീമൊക്കെ വേറെ ആയിരുന്നു കേട്ടോ. ഞാൻ മുൻപ് തന്നെ എൻ്റെ സിനിമ എടുത്ത സമയത്ത് ഒരു താത്വിക അവലോകനം എന്ന് പറയുന്ന സിനിമ അത് കണ്ടിട്ടുള്ള എല്ലാവർക്കും അറിയാം. കേരളത്തിലെ ഒരു ബിസിനസ്സുകാരൻ, അയാളുടെ തകർച്ച, അയാൾ രാഷ്ട്രീയ പാർട്ടിക്കാരാൽ തകർന്ന ഒരു ബിസിനസ്സുകാരൻ തൻ്റെ പോരാട്ടം 3 രാഷ്ട്രീയ പാർട്ടികൾക്കെതിരെ നയിക്കുന്ന രീതിയിലൊരു സിനിമയായിരുന്നു എടുത്തിരുന്നത്. അന്ന് ആ സമയത്ത് ഞാൻ സാബു ജേക്കബുമായിട്ട് ബന്ധപ്പെട്ടിരുന്നു. അതായത് 2020 എന്ന് പറയുന്ന ഒരു പൊളിറ്റിക്കൽ പ്രസ്ഥാനം എന്ത് ആശയമാണോ എന്ത് ഡെവലപ്മെന്റ്സ് ആണോ ഈ നാട്ടിൽ കൊണ്ടുവരാൻ ആഗ്രഹിച്ചത് ഇത് മനസ്സിൽ തന്നെ സൂക്ഷിച്ചുകൊണ്ടിരുന്ന ഒരാളാണ് ഞാൻ മുൻപേ. പക്ഷേ എറണാകുളം ജില്ലയ്ക്ക് അപ്പുറത്തേക്ക് 2020യുടെ ഒരു വലിയ വ്യാപനമൊന്നും ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ എത്രയോ നാളുകൾക്ക് മുമ്പ് തന്നെ ഇതുപോലൊരു പത്രസമ്മേളനം ഉണ്ടായെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. 2020 പോലത്തെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ ഒപ്പം ചേർക്കാൻ
NDA തീരുമാനിക്കുമ്പോൾ 100% ഡെവലപ്മെന്റ്സ് അല്ലാതെ മറ്റെന്താണ് അവർക്ക് മുന്നോട്ട് വയ്ക്കാൻ പറ്റുക? അങ്ങനെ നാടിന്റെ ഡെവലപ്മെന്റ്സിന് വേണ്ടിയിട്ട്, നമ്മുടെ വരുംകാല തലമുറയുടെ മാറ്റങ്ങൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ ഇന്ന് ഈ കാലഘട്ടം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇന്നും 80-ലും 90-ലും കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചിട്ട് കാര്യമില്ല. എന്താണ് 2030-ൽ സംഭവിക്കാൻ പോകുന്നത്, എന്താണ് 2035-ലും 40-ലും നമ്മുടെ തലമുറയ്ക്ക് ഉണ്ടാകേണ്ട അറിവുകൾ എന്തൊക്കെയാണ്, അവർക്ക് ഏത് മേഖലയിലാണ് സർവൈവ് ചെയ്യാൻ പറ്റുക. അപ്പോൾ ഇതൊക്കെ കൊടുക്കാൻ കഴിയണമെങ്കിൽ വിഷണറി ആയിട്ടുള്ള, ദീർഘവീക്ഷണമുള്ള, കുറച്ചുകൂടെ മലയാളത്തിൽ പറഞ്ഞാൽ ക്രാന്തദാർശനികമായ ചിന്തകൾ പങ്കുവയ്ക്കാൻ ശേഷിയുള്ള നേതാക്കന്മാർ വരണം. ആ നേതാക്കന്മാർക്ക് പഴയകാല രാഷ്ട്രീയ, ഈ പണിമുടക്ക്, മറ്റുള്ള പ്രശ്നങ്ങൾ ഇതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഒരു പുതിയ കാലഘട്ടത്തിന്റെ രാഷ്ട്രീയം പറയാൻ കഴിയണം. അങ്ങനെ ഒരു പുതിയ കാലഘട്ടത്തിന്റെ രാഷ്ട്രീയം എത്രയോ നാളുകൾക്ക് മുമ്പേ പറയുകയും പ്രവർത്തിക്കുകയും ചെയ്തിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് 2020 എന്നതും. അത് കിഴക്കമ്പലത്ത് വന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് രാവിലെ മുതൽ ഞാൻ 2020 ചേരുന്നു എന്ന വാർത്തകളും മറ്റും വന്ന സമയത്ത് ഒരുപാട് പേർ എന്നെ പല സ്ഥലത്തുനിന്ന് വിളിച്ചു, ചേട്ടാ ഗംഭീര തീരുമാനമാണ്, ഞങ്ങൾ കിഴക്കമ്പലത്ത് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഞങ്ങൾ പല വീഡിയോസും കണ്ടിട്ടുണ്ട്. അപ്പം ഒരാൾ പറയുകയും പറഞ്ഞത് പ്രവർത്തിക്കുകയും ചെയ്ത് കാണിക്കുകയാണ് ചെയ്തത്. അല്ലാതെ ഇപ്പോൾ എല്ലാവർക്കും പറയാൻ എളുപ്പമാണ്, പക്ഷേ അത് പ്രവർത്തിച്ച് കാണിക്കുകയാണ് പ്രയാസം. ഇത് നമ്മളിവിടെ വന്ന് നോക്കിക്കഴിഞ്ഞാൽ കിഴക്കമ്പലത്ത് തന്നെ അതിന്റെ ഏറ്റവും മഹത്തായിട്ടുള്ള ഒരു മിനിയേച്ചർ വേർഷൻ, ഭാവിയിലെ കേരളം എന്താകണം എന്നുള്ളതിന്റെ ഒരു മിനിയേച്ചർ വേർഷനാണ് കിഴക്കമ്പലത്ത് 2020 കാണിച്ചത്. ഇതിൽ സാബു ജേക്കബ് പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ. NDA നേതൃത്വം തീരുമാനിച്ചിട്ട് അറിയിക്കും. അപ്പോഴും അഖിലിൻ്റെ ആ ഒരു പേഴ്സണൽ താല്പര്യം ഉള്ള സീറ്റുകളും ഒക്കെ വിളിച്ച് പറയുന്നുണ്ട് അഖിൽ. അത് പറയുമ്പോഴും അത് അഖിൽ സംസാരിച്ച് അപ്പോൾ ആ സീറ്റ് ഇങ്ങനെ കിട്ടും അങ്ങനെ കിട്ടും എന്നൊക്കെ അഖിലിൻ്റേതായിട്ടുള്ള വേർഷനിൽ അഖിൽ സംസാരിച്ച് പറയുമ്പോഴും അഖിലിന് ഞാൻ പറഞ്ഞല്ലോ ബേസിക്കലി എന്താ പറയുക, താല്പര്യം ഉണ്ടായിരുന്ന കൊട്ടാരക്കര സീറ്റ്, ആ കൊട്ടാരക്കര സീറ്റ് എവിടുന്ന് കിട്ടിയാലും അഖിലിന് മതിയായിരുന്നു എന്നുള്ള രീതിക്കായിരുന്നു. അത് ആര് തന്നാലും ഓക്കെയാണ്. അത് കോൺഗ്രസിൻ്റെ കിട്ടിയാൽ റിവെഞ്ച് പഴയത് തീർന്നു. ഇനിയല്ല അത് 2020 കിട്ടിയാലും ഓക്കെയാണ്. കാരണം അപ്പുറത്ത് ഈ പറഞ്ഞ പോലെ BJPയുടെ ഒരു ബെൽറ്റിൻ്റെ ബലം കൂടിയും കിട്ടുമല്ലോ. പിന്നെ BJPക്കാർ ഓൾറെഡി രാജ്യദ്രോഹി എന്ന് പറഞ്ഞുള്ളൊരു കേസും കൂടെ. അപ്പോൾ എല്ലാവർക്കും കൂടിയിട്ടുള്ളൊരു അടി കൊട്ടാരക്കരയിൽ നിന്ന് കഴിഞ്ഞാൽ അടിയാൻ പറ്റും എന്നുള്ള രീതിക്ക് ആ കൊട്ടാരക്കര വാശീനെ മുകളിൽ തുടങ്ങിയതാ തോന്നുന്നു. രാഷ്ട്രീയം ഒരിക്കലും അങ്ങനെ ആവരുത്. നമ്മുടെ പേഴ്സണൽ കാര്യങ്ങൾ തീർക്കാനോ, നമ്മുടെ പേഴ്സണലി നമുക്ക് എല്ലാം അച്ചീവ് ചെയ്യാനോ അങ്ങനത്തെ സാധനങ്ങൾക്ക് ആവരുത്. ഈസിയല്ല, ഒട്ടും ഈസിയല്ല. ഇപ്പോൾ അഖിൽ ഈ പറഞ്ഞ സീറ്റിൻ്റെ ഫൈറ്റൊക്കെ അല്ലെങ്കിൽ അതിൻ്റെ ചോദ്യങ്ങളും വർത്തമാനങ്ങളൊക്കെ നടന്നു കാണും. ഇപ്പോൾ റോബിൻ്റെ കേസും എനിക്ക് നന്നായിട്ട് അറിയാം, പേഴ്സണലി എനിക്കറിയാം. റോബിൻ ആ ഒരു ടൈമിലൊക്കെ ഇഷ്ടം പോലെ വിളിച്ചതാണ്. ഞാൻ റോബിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. there are certain things എനിക്ക് അറിയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. റോബിൻ്റെ കേസിലാണെങ്കിലും അഖിലിൻ്റെ കേസിലാണെങ്കിലും ഒക്കെ അറിയുന്ന കുറച്ച് കാര്യങ്ങൾ പാർട്ടിക്കകത്തുനിന്നും അവിടുന്ന് ഇവിടുന്നൊക്കെയുള്ള സാധനങ്ങൾ. അപ്പോൾ ഇവർക്കൊന്നും അത്ര ഈസി ഗോയിങ് ആയിരുന്നില്ല. കാരണം പൊളിറ്റിക്സ് എന്ന് പറയുമ്പോൾ ഇവർ ഈ പറഞ്ഞ ഞാൻ സെലിബ്രിറ്റിയാണ്, എനിക്ക് നാളെ രാഷ്ട്രീയം ഭയങ്കര ഈസി ആയിരിക്കും. നോ, പൊളിറ്റിക്സ് ഈസ് പൊളിറ്റിക്സ്. അവിടെ ഈ പറഞ്ഞ പോലെ സെലിബ്രിറ്റി രാഷ്ട്രീയം ഇല്ല, അല്ലെങ്കിൽ സെലിബ്രിറ്റി ആയതുകൊണ്ട് എന്തെങ്കിലും തരത്തിലുള്ളൊരു അതൊന്നും ഇല്ല. അവിടെ രാഷ്ട്രീയം കളിച്ചവരൊക്കെ എങ്ങനെ, ഇപ്പോൾ എനിക്ക് തോന്നുന്നു അതിനൊരു ഏറ്റവും വലിയ എക്സാമ്പിൾ സുരേഷ് ഗോപിയാണ്. എത്ര വർഷം നാണക്കേടും മാനക്കേടും ഒക്കെ എടുത്താലും അയാൾ എന്ത് ചെയ്തു, തൃശ്ശൂർ എടുത്തു അയാൾ. അത് അയാളുടെ പേഴ്സിസ്റ്റൻസ് ആണ്. അയാൾ ഭീകരമായിട്ട് ട്രൈ ചെയ്തിട്ടുണ്ട് അയാൾ. അതിലും വലിയ സെലിബ്രിറ്റി ഒന്നുമില്ലല്ലോ ഈ റോബിനോ അല്ലെങ്കിൽ ഈ പറഞ്ഞ അഖിൽമാരൊക്കെ അല്ലേ. സോ ഇറ്റ് ടേക്സ് ടൈം, പൊളിറ്റിക്സ് ടേക്സ് ടൈം. ഈവൻ വിജയ് എത്ര വർഷത്തെ കഠിനാധ്വാനം. സോ നിങ്ങളൊരു സെലിബ്രിറ്റിയാണ്, ഒരു ഷോയിൽ പോയി ജയിച്ചു, അതിൽ വോട്ട് ചെയ്യാൻ ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ടായിരുന്നു വിചാരിച്ചു. ദാറ്റ്സ് നോട്ട് ദ ഗെയിം ഇൻ പോളിറ്റിക്സ് മാൻ. അതിന് ഒരുപാട് പരിപാടികളുണ്ട്. പിന്നെ സാമ്പത്തിക ലാഭം ഉണ്ടാക്കാം, എനിക്ക് ഫിനാൻഷ്യലി ഇതൊന്ന് ഫിറ്റാവാൻ രക്ഷപ്പെടാം എന്ന് വിചാരിച്ച് രാഷ്ട്രീയത്തിൽ പോയാലും മൂഞ്ചു. അടുത്താണ് സാബു ജേക്കബും ഇങ്ങനെ ഉറപ്പ് നൽകിയതിനെ തുടർന്നാണ് നമ്മൾ ഇങ്ങനൊരു തീരുമാനമെടുത്തത്. ഈ തീരുമാനം എന്തായാലും അവർക്ക് നടപ്പിലാക്കാൻ പറ്റത്തില്ല. കാര്യം അവർ രശ്മിക്കും ഉറപ്പ് കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ രശ്മിയെ കൊട്ടാരക്കര മത്സരിപ്പിക്കുമ്പോൾ പിന്നീട് അവരുടെ മുമ്പിലുള്ള ഓപ്ഷൻ മറ്റേതെങ്കിലും ഒരു മാന്യമായ സ്ഥലത്ത് നമ്മളെ അക്കോമഡേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ തൃപ്പൂണിത്തുറ സീറ്റ് ആ സമയം വരെയും 2020 ആയിരുന്നില്ല. അപ്പോൾ ഞാനിത് സാബു ജേക്കബിനോട് ചോദിക്കുന്നുണ്ട്, തൃപ്പൂണിത്തുറ സീറ്റ് 2020 അല്ല എന്നുണ്ടെങ്കിൽ ഇനി തൃക്കാക്കര സീറ്റ് ആണെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യാം, നമ്മൾ നേരത്തെ ഇതിന്റെ പ്രവർത്തനം തുടങ്ങണം. കാര്യം ഒരു 10,000-ഓളം വോട്ടർ പട്ടികയിൽ പുതിയതായിട്ട് നമുക്ക് വോട്ടർ പട്ടികയിൽ ആളെ ചേർക്കാം. ഒരു കാര്യം ചെയ്യൂ, ഞാൻ പല ഫ്ളാറ്റുകളിലെയും പല കെയർടേക്കർമാരെയും മാനേജേഴ്സിനെയും കണ്ടിട്ട് ഈ ഫ്ളാറ്റുകളിൽ താമസിക്കുന്ന ആൾക്കാരോട് നിശബ്ദമായിട്ട് ഞാൻ പറയാം, തൃക്കാക്കരയിലാണ് ഇനി അവസാനം ഞാൻ മത്സരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവരെയൊക്കെ നമുക്ക് നേരത്തെ മാക്സിമം നമ്മളിലേക്ക് ആൾക്കാരെ കൂട്ടാം, സംഘടനാ പ്രവർത്തനം നടത്താം. ഇയാൾ ഒരക്ഷരം മിണ്ടിയില്ല. ഇതിങ്ങനെ നീണ്ടു പോയി. തൃപ്പൂണിത്തുറ സീറ്റിന്റെ കാര്യം ഞാൻ RSS നേതാക്കന്മാരെ കാണാൻ പോയ ദിവസം, ഞാൻ അവിടെ കാണാൻ പോകുന്ന അറിഞ്ഞ ദിവസം ഇങ്ങനെ അവിടെ ഓടിപ്പിടിച്ചു വന്നു. എന്റെ അപ്പുറത്ത് പുള്ളി വന്നിരിക്കുകയാണ്. അവിടെ ഇരുന്ന് സംസാരിച്ചു. അതിനുശേഷം എന്റെ അടുത്ത് തൃപ്പൂണിത്തുറയിലെ സാധ്യതകൾ ചോദിക്കുന്നു. ഞാൻ സാധ്യതകളും കാര്യങ്ങളും ഞാൻ എഴുതി അയക്കുന്നു. തൃപ്പൂണിത്തുറ സീറ്റ് അങ്ങനെ 2020 അലോക്കേറ്റ് ചെയ്യുന്നു. മാർച്ച് 15-ാം തീയതി എന്നെ വിളിച്ചു പറയുന്നു, ഇലക്ഷൻ പ്രഖ്യാപിച്ച ദിവസം എന്നെ വിളിച്ചു പറയുന്നു തൃക്കാക്കര സീറ്റാണ് ഡൽഹിയിൽ നിന്ന് എഴുതി വന്നതെന്ന്. അപ്പം ഞാൻ ചോദിച്ചു, ഞാൻ എന്ത് പൊട്ടനാണെന്നാണോ നിങ്ങളുടെ വിചാരം?
ഈ ഡൽഹിയിൽ നിന്ന് തൃക്കാക്കര സീറ്റ് എഴുതി വരാൻ വേണ്ടിയിട്ട് ഡൽഹിയിൽ ഇരിക്കുന്നവരാണോ 2020 ആര് മത്സരിക്കണമെന്ന് തീരുമാനിക്കുന്നത്? 2020 സീറ്റ് അലോക്കേറ്റ് ചെയ്യുക എന്ന് പറയുന്ന പണിയല്ലേ BJPക്കുള്ളൂ. അത് നിങ്ങൾക്ക് തന്നു, തൃപ്പൂണിത്തുറ സീറ്റ് നിങ്ങൾക്ക് തന്നു. പക്ഷെ നിങ്ങൾ ആരെ മത്സരിക്കണോ നിങ്ങൾക്കല്ലേ തീരുമാനിക്കാൻ പറ്റുക? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. ഞാൻ നിങ്ങളുടെ പാർട്ടിയിലേക്ക് വന്നിട്ട് നിങ്ങളുടെ ഒരു C ക്ലാസ് മണ്ഡലത്തിൽ, BJPയുടെ ഒരു C ക്ലാസ് മണ്ഡലത്തിൽ, സംഘടനയില്ലാത്തുള്ള മണ്ഡലത്തിൽ ഞാൻ വന്ന് മത്സരിക്കുമ്പോൾ BJPയുടെ ഒരു A ക്ലാസ് മണ്ഡലത്തിൽ നിങ്ങൾ ആരെയാണ് മത്സരിപ്പിക്കുന്നത്? നിങ്ങൾ ആരെയാണ് കൊണ്ടുവരുന്നത്? അതെങ്കിലും എന്റെ അടുത്തൊന്ന് പറയൂ. അല്ല, അത് നമുക്ക് അങ്ങനെ ഒരാളുണ്ട്, അത് ഭയങ്കര ഭക്തിപരമായി നിൽക്കുന്ന ആളുണ്ട്, മറ്റേതുണ്ട്. ഞാൻ ചോദിച്ചു, മറ്റേ കാഞ്ചി മഠാധിപതിയോ വല്ലോ ഞാൻ ചിദാനന്ദപുരി സ്വാമിയാണ് മത്സരിപ്പിക്കുക ഉദ്ദേശിക്കുന്നത്. ഞാൻ തമാശയ്ക്ക് ചോദിക്കുകയും ചെയ്യുന്നു. എന്റെ മുമ്പിൽ 2 ഓപ്ഷനേ ഉള്ളൂ. ഞാൻ ഇവരുടെ അടുത്ത് കയറി, ഓഫീസിൽ കയറി ഞാൻ ഭയങ്കര ബഹളം വെച്ചു അന്ന് തന്നെ. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഈ ഓഫീസിൽ വെച്ച് ആത്മഹത്യ ചെയ്തിട്ട് നിങ്ങളെ വെടിവെച്ച് കൊല്ലുന്നതാണ് എനിക്കിപ്പോൾ തോന്നിയെന്ന് പറഞ്ഞു. ഇങ്ങനെ തന്നെ ഞാൻ പറഞ്ഞു. അന്ന് അമ്മാതിരി നെറുകേടാണ് എന്റെ അടുത്ത് ഇവർക്കാണ്. ആബ്സല്യൂട്ട് സിനിമ കണ്ട പോലെ ഉണ്ടല്ലേ. ഓഫീസിൽ കയറിയിട്ട് ഞാൻ ഇവിടെ നിന്ന് വെടിവെച്ച് കൊല്ലുന്നോ അല്ലെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യുന്നതോ നല്ലത്. ഒരു രാഷ്ട്രീയക്കാരന് ആദ്യം വേണ്ടത് ടെമ്പർമെൻ്റാണ്. പിന്നെ ഒരു രാഷ്ട്രീയക്കാരന് വേണ്ടത് ദീർഘവീക്ഷണമാണ്. അഖിലിന് ദീർഘവീക്ഷണമുണ്ട്, പക്ഷെ എന്തുകൊണ്ടോ അത് സ്വന്തം കാര്യം വരുമ്പോൾ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ബാക്കി കാര്യങ്ങളൊക്കെ ദീർഘവീക്ഷണം വെച്ച് പലതും പറയാറുണ്ട്, ചിലതൊക്കെ ശരിയാവാറുണ്ട്. പക്ഷെ സ്വന്തം കാര്യം വരുമ്പോഴത്തേക്ക് എവിടേക്കോ അഖിൽ ഭയങ്കര ഡൗൺ ആയി പോകുന്നു. കാരണം ഇപ്പോൾ ഇതുപോലുള്ള സ്ട്രഗിള് സീറ്റിൻ്റെ കാര്യത്തിലും പാർട്ടിയിൽ നിന്നും ഒക്കെ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്നതിന് മുമ്പ് തന്നെ ബാക്ക്ലാഷുകൾ ഉണ്ടായൊരു സാഹചര്യത്തിൽ അഖിലിന് ഈസി ആയിട്ട് സ്വതന്ത്രനായിട്ട് നിൽക്കാം. അതിനുള്ള ഫണ്ട് ചെയ്യാനുള്ള ആൾക്കാർ അഖിലിൻ്റെ ഉണ്ട്. ദാറ്റ് ഐ നോ. ബാക്കപ്പ് ഇല്ലാത്ത ഒരാളല്ല അഖിൽ. ഓക്കെ, ഇനി സ്വതന്ത്രനായിട്ട് നിന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി പാർട്ടിക്ക് ഒരു സ്ട്രെങ്ത്തും ഇല്ലാത്തൊരു സ്ഥലത്ത് പോയി നിൽക്കുന്നതിനേക്കാൾ കൂടുതൽ വോട്ടുകളും പകുതി വർക്ക് കൊടുത്താൽ മതി എന്ന് അഖിലിന് നന്നായിട്ട് അറിയാം. ബട്ട് അഖിൽ തൃക്കാക്കര പോയി നിന്ന സമയത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്, ഇവിടെ ഒരു ബേസ് ഉണ്ട്, ഇവിടുന്ന് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഉണ്ടാക്കാം. ഒരു കാൽക്കുലേഷൻ അഖിലിനുണ്ടായിരുന്നു, ജയിക്കാമെന്ന്. അഖിൽ നിന്ന സ്ഥലത്ത് നിന്ന് ജയിക്കാമെന്നുള്ളൊരു കാൽക്കുലേഷൻ അഖിലിന് ഡെഫിനറ്റ്ലി ഉണ്ടായിരുന്നു. പിന്നെ മുൻകൂട്ടി അഖിൽ പാർട്ടിയോടും അല്ലെങ്കിൽ 2020 സാബു ജേക്കബിനോടും പറഞ്ഞ സമയത്തൊക്കെ ഒരു രീതിയിലും സപ്പോർട്ട് അവർ തന്നില്ല എന്നുള്ളത് അഖിൽ പറയുന്നത് അതും മനസ്സിലാക്കാൻ പറ്റും. കാരണം അഖിലിൻ്റെ പല പ്രചരണ സമയത്തും അഖിൽ കയ്യിൽ നിന്ന് ഫണ്ട് എടുത്തതായിട്ടും അഖിലിന് പ്രോപ്പറായിട്ട് ഒരു ഓഫീസ് പോലും തരാതെയും അങ്ങനത്തെ ഒക്കെ സെറ്റപ്പുകളൊക്കെ മനസ്സിലാക്കാൻ പറ്റുമായിരുന്നു. ആ ടൈമിൽ അഖിൽ പേഴ്സണലി സംസാരിക്കുമ്പോഴൊക്കെ അത് അറിയുമായിരുന്നു എനിക്ക്. ബട്ട് ഇതൊക്കെ വരും എന്നുള്ളത് മുൻകൂട്ടി അറിയുന്ന ഒരാൾ പോയി ചാടിക്കൊടുക്കൂ, അതൊരു ഓവർ കോൺഫിഡൻസ് ആയിരുന്നില്ല അഖിൽ. എവിടെയോ ഒരു ഓവർ കോൺഫിഡൻസ്. അതായത് പാർട്ടിക്ക് ഇരിപ്പില്ല, 2020 ഇരിപ്പില്ല, പ്രത്യേകിച്ചുള്ള സപ്പോർട്ടൊന്നും അവരെ ഭാഗത്തുനിന്നില്ല, എന്നാൽ ഞാനിവിടെ നിന്ന് നടത്തി കാണിച്ചു കൊടുക്കാം എന്ന് പറഞ്ഞു പോയി നിന്ന പോലെയല്ലേ. അതിലും നല്ല എന്താ, സ്വന്തം മണ്ഡലത്തിൽ സ്വതന്ത്രനായിട്ട് പോയിട്ട് നിന്നുണ്ടെങ്കിൽ ഇതിലും വില കിട്ടിയെന്നില്ലേ. ഒന്നില്ലെങ്കിൽ സംഘീ എന്നുള്ള വിളിയെങ്കിലും മാറി കിട്ടിയെന്ന്. 18 കൗൺസിലർമാർ തൃക്കാക്കരയിലുണ്ട്. നമുക്ക് 15,000 വോട്ട് കഴിഞ്ഞ പ്രാവശ്യം അവിടെ കിട്ടിയതാണ്. ഇങ്ങനെ പല സാഹചര്യങ്ങളും ഒക്കെ പറയുന്നു. അഖിലിന് അവിടെ വലിയ സാധ്യതകളുണ്ട്, നമ്മൾ അങ്ങനെ ചെയ്തരാം ഇങ്ങനെ ചെയ്തരാം എന്നെല്ലാം പറയുന്നു. 2 പേരാണ് തൃക്കാക്കരയിൽ എന്റെ കൂടെ 2020 വേണ്ടി വർക്ക് ചെയ്യാൻ പൂർണ്ണസമയം ഉണ്ടായിരുന്നു. പൂർണ്ണസമയം അവിടെ എവിടെയും ചെല്ലുമ്പോൾ ചില ആൾക്കാരെ കാണുന്നതല്ലാതെ ഒരു മനുഷ്യനില്ല. അവസാനം കൊട്ടാരക്കരയിൽ നിന്നും കൊച്ചിയിലും തൃശ്ശൂരും മറ്റു പല സ്ഥലങ്ങളിലുമുള്ള എന്റെ അടുപ്പക്കാരെയും സുഹൃത്തുക്കളെയും എല്ലാവരെയും കൂടെ വിളിച്ചിട്ടാണ് BJPക്കാർ ഉള്ളവരെന്റെ കൂടെ ആത്മാർത്ഥമായിട്ട് കൊണ്ടുപോട്ടോ. ഞാൻ 2020 കാര്യമായി പറയുന്നത്. BJPക്കാർ ആത്മാർത്ഥമായിട്ട് അവർക്ക് ചെയ്യാൻ പറ്റുന്ന സംഘടനാ സംവിധാനം ഉപയോഗിച്ച് അവരെന്റെ കൂടെ പ്രവർത്തിച്ചു. 2020 പക്ഷേ ആളില്ല. എന്നിട്ട് നമ്മൾ ആ തെരഞ്ഞെടുപ്പ് മുതൽ കേട്ടുകൊണ്ടിരിക്കുന്ന പഴി എന്താ, കോടിക്കണക്കിന് രൂപ കിട്ടി. ഞാൻ 20 ലക്ഷം രൂപ കൊടുത്ത് വാങ്ങിയ BMW ബൈക്ക് വിൽക്കുന്നത് ഏപ്രിൽ 2-ാം തീയതിയാണ്. ഏപ്രിൽ 2 എന്ന് പറയുമ്പോൾ തെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അല്ലെങ്കിൽ നിങ്ങൾ BMW ഷോറൂമിൽ തന്നെ പോയി ചോദിച്ചു നോക്കൂ. അല്ല, എനിക്കൊരു തമാശ കേട്ട് ഞാൻ വിട്ടിരുന്നതാ. 20 ലക്ഷം രൂപ കൊടുത്ത് മേടിച്ചൊരു ബൈക്ക് ഞാൻ 10 ലക്ഷം രൂപയ്ക്ക് വിൽക്കുമ്പോൾ പൈസയുടെ ആവശ്യമുണ്ടായതുകൊണ്ടല്ലേ. ഒരു വർഷമായിട്ടുള്ളൂ. അമ്പടാ, അപ്പൊ ഇത്ര മണ്ടനാണോ അഖിൽമാരാര്? 20 ലക്ഷത്തിന് മേടിച്ച ബൈക്ക് പാർട്ടിക്കാർ പൈസ തരില്ല എന്ന് കണ്ടപ്പോൾ, അല്ലെങ്കിൽ ആദ്യമേ കയ്യിൽ നിന്ന് എടുത്ത് ചിലവാക്കണം എന്നുള്ളൊരവസ്ഥ വന്നപ്പോൾ 10 ലക്ഷത്തിന് BMW കൊണ്ടുപോയി വിറ്റു. എനിക്കതെന്തോ ഒരു വിറ്റ് കാണും 10 ലക്ഷത്തിനോ ഇനി അത് അറിയില്ലടേ നമുക്ക് അത് എത്രയ്ക്ക് പോയി അല്ലെങ്കിൽ എങ്ങനെ പോയി എന്നുള്ളത്. പ്രീമിയം ബൈക്സ് ആകുമ്പോൾ ചിലപ്പോൾ 20 എടുത്തത് 10 പോകും, അതവിടെ നിൽക്കട്ടെ. പക്ഷെ അത് എന്തിനു ചെയ്തു അഖിലേ? ഞാൻ അതാ ചോദിക്കുന്നത്. ഫണ്ടേഴ്സ് ഉണ്ടായിരുന്നില്ലേ? ഫണ്ട് ഇറക്കാൻ ആളുണ്ടായിരുന്നില്ലേ? അഖിലിന് ഒറ്റക്കോളിന് അപ്പുറത്തുള്ള ആൾക്കാരുണ്ട് എന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പം അവരാരും ഒന്നും ചെയ്യില്ല. അപ്പം അതെന്താണ് വിഷയം? അപ്പോൾ അത് ഇതെന്താ ഒരു ഉറപ്പും കിട്ടാതെ ഒരു രീതിയിലുള്ള പാക്കപ്പും ഇല്ലാതെ അഖിൽ എടുത്ത് ചാടി തൃക്കാക്കര വന്ന് നിന്നു എന്നൊക്കെ പറയുമ്പോണ്ടല്ലോ,
അത് അഖിലിൻ്റെ മണ്ടത്തരമായിട്ട് തന്നെ അഖിലിന് ഫീൽ ചെയ്യുന്നില്ലേ? ഇപ്പം ജനങ്ങളെ മുന്നിൽ വന്ന് ഇന്ന് ഇതൊക്കെ പറയുമ്പോഴും അത് അഖിൽ കാണിച്ചൊരു അതിബുദ്ധിയോ മണ്ടത്തരമോ? അതിനപ്പുറം ഇത് ജനങ്ങൾക്ക് അറിയേണ്ട കാര്യമില്ലല്ലോ. അഖിലിന് വേണ്ടിയുള്ള പൊളിറ്റിക്സിന് വേണ്ടി പോയി നിന്നു. നാടിന് വേണ്ടിയുള്ള പൊളിറ്റിക്സിനാണെന്നുണ്ടെങ്കിൽ അഖിൽ സ്വന്തം നാട്ടിൽ നിന്ന് എവിടെ നിന്നാണോ അഖിലിന് ജയിച്ച് വരേണ്ടത്, എവിടെയാണോ അഖിലിന് കോൺഫിഡൻസ് ഉള്ളത്, അപ്പോൾ ഒറ്റയ്ക്ക് നിന്ന് പോരാടുമായിരുന്നു. അത് ചെയ്തില്ല. അവിടെ തന്നെ ആസ് എ പൊളിറ്റീഷ്യൻ നിങ്ങളൊരു ഫെയിലിയറായി തുടങ്ങി. അതല്ല ഞാൻ പറഞ്ഞത്, 2020 എല്ലാ കാര്യങ്ങളും നോക്കിക്കോളാമെന്ന് പറഞ്ഞ ആൾക്കാർ തെരഞ്ഞെടുപ്പ് തുടങ്ങി പ്രവർത്തനം തുടങ്ങിയ സമയത്ത് ഇവർ ചെയ്യേണ്ട അതായത് എനിക്ക് 5 പൈസ തരണ്ട. ഒരു തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിക്കുമ്പോൾ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. ഞാൻ പറഞ്ഞു എനിക്ക് എന്റേതായ ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം. അതായത് എന്റെ പോസ്റ്റർ എന്റേതായ രീതി ചെയ്യണം, എനിക്ക് ഫോട്ടോഷൂട്ട് ചെയ്യണം, എനിക്ക് കുറെ ക്രിയേറ്റീവ് ഐഡിയാസ് ഉണ്ട്. അത് തെരഞ്ഞെടുപ്പ് നിങ്ങളൊക്കെ പല കാര്യങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇതെല്ലാം ചെയ്യണമെന്ന് ഞാൻ കൃത്യമായ കണക്കുകൾ എഴുതി കൊടുത്തു. അതിനുള്ള എക്സ്പെൻസ് മാത്രം എഴുതി കൊടുത്തു. പക്ഷേ ഇത് ആദ്യത്തെ ഒരാഴ്ചയും തന്നില്ല. അതിനു മുമ്പ് ഒരു 5 ലക്ഷം രൂപ എന്റെ ഇലക്ഷൻ അക്കൗണ്ടിൽ ഇട്ട് കേട്ടോ. പക്ഷെ അത് നമുക്ക് എടുത്ത് ചെലവഴിക്കാൻ പറ്റത്തില്ല. കാര്യം തെരഞ്ഞെടുപ്പിന്റെ ആദ്യത്തെ 10,000 രൂപ മാത്രമല്ലേ നമുക്ക് ഈ നിയമസഭ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇലക്ഷൻ കമ്മീഷന് കണക്ക് കാണിക്കേണ്ടതാണ്. അപ്പോൾ ഇലക്ഷൻ കമ്മീഷന്റെ കണക്ക് കാണിക്കേണ്ട ആ അക്കൗണ്ടിൽ ഇട്ടേക്കുന്ന പൈസയ്ക്ക് കൃത്യമായിട്ട് ബില്ലടക്കം വേണം നമ്മൾ ചെലവഴിക്കാൻ. അല്ലാതെ ഇപ്പം നമ്മളിപ്പോൾ ഒരാൾക്ക് ഭക്ഷണം മേടിച്ചു കൊടുത്തു, നമ്മുടെ കൂടെ പ്രവർത്തിക്കുന്നിടത്തിന് റൂം എടുത്തു കൊടുത്തു, ഇതിനെല്ലാം ചെലവല്ലേ? ഒരു ദിവസം നമ്മുടെ കൂടെ 10-25 പേര് നടക്കുകയല്ലേ? ഇവർക്കെല്ലാം ഭക്ഷണം മേടിച്ചു കൊടുക്കണ്ടേ? ഇപ്പോൾ ഓൺലൈൻ മാധ്യമ സുഹൃത്തുക്കൾ നമ്മുടെ കൂടെ ഫുൾ ടൈം നടക്കുന്നു, അവർ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നു. അങ്ങനെ ആർക്കെങ്കിലും വേണ്ടി എന്തെങ്കിലും ചെയ്യണം. ഈ ചെലവിനുള്ള പൈസ തരാത്തപ്പോഴാണ് ഞാൻ ആദ്യം ഇത് ചെയ്യുന്നത്. പിന്നീട് ഞാൻ ചെലവാക്കിയ പൈസകൾ എനിക്ക് തിരിച്ചു വന്നു. ഇത് നിങ്ങൾ കൃത്യമായിട്ട് അങ്ങനെ അത് ഇത് ഞാൻ പറഞ്ഞു പിന്നെ പ്രശ്നം ഉണ്ടാക്കിയപ്പോൾ എനിക്ക് ചെലവായ പൈസ ഇവർ എനിക്ക് തിരിച്ചു തന്നു. അത് കഴിഞ്ഞ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ഞാൻ പറയുന്നു, സാറെ വിഷമിക്കണ്ട. അങ്ങനെ തന്നെയാണ് ഞാൻ ആദ്യം പറയുന്നത്. കാരണം നമുക്ക് ആത്മാർത്ഥമായി തന്നെ രാഷ്ട്രീയ പ്രവർത്തനം നടത്താം. 2020 കൊല്ലം ജില്ലാ പ്രസിഡന്റായിട്ട് നിങ്ങൾ എന്നെ വെക്ക്. എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഞാൻ കൊല്ലം ജില്ലയിൽ ചെയ്യാം. കൊല്ലം ജില്ലയിൽ ഞാൻ 2020 ഒരു സംഘടന ഉണ്ടാക്കാം. ഈ കാര്യങ്ങൾ പറഞ്ഞു ഒരു മറുപടി, ഒരു റിപ്ലൈ എനിക്ക് കിട്ടിട്ടില്ല. അത് കഴിഞ്ഞിട്ട് ഈ കുടുംബത്തിന് വീട് വെച്ച് കൊടുക്കുന്ന കാര്യം ഞാൻ പറഞ്ഞു. സുരേഷ് ഗോപി സഹായിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞു. ഒരു നല്ല കാര്യം അഖിലേ എന്ന് പോലും പറഞ്ഞിട്ടില്ല. അത് കഴിഞ്ഞിട്ട് നമ്മുടെ കൂടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് വന്ന ഒരു പയ്യന്റെ കിഡ്നി ഫെയിലിയറായി, അവൻ എന്തെങ്കിലും ചെയ്യണം, നമ്മുടെ CSR ഫണ്ട് വഴി നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഒരു മറുപടി ഇട്ടിട്ടില്ല. 2.5 മാസമായിട്ട് ഒന്ന് വിളിച്ചിട്ടില്ല, ഒരു മെസ്സേജ് അയച്ചിട്ടില്ല. അപ്പം നഷ്ടമൊന്നും അഖിലിന് വന്നിട്ടില്ല. അതായത് ഇറക്കിയ പൈസയൊക്കെ പാർട്ടി തിരിച്ചു കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ പിന്നെ എന്തിനാ ബൈക്ക് വിൽക്കാൻ പോയെന്നാണ് ഞാൻ നോക്കുന്നത്. ഇറക്കണ പൈസ വേറെ എവിടെന്നെങ്കിലും ആരെങ്കിലും കൊണ്ട് ഇറക്കിപ്പിച്ചാൽ പോരെ. അപ്പോൾ ഇയാൾക്ക് ബില്ലെഴുതി കൊടുത്ത് പൈസ തിരിച്ച് കിട്ടിയിട്ടുണ്ട് എന്നുള്ള കാര്യം ഉറപ്പ്. പിന്നെ അങ്ങനെ സാബ് ചതിച്ചു എന്നുള്ളതാണ് ഞാൻ ആലോചിച്ച് നോക്കുന്നത്. അതെങ്ങനെയാണ് അപ്പോൾ ആ രീതിക്കായി മാറി? പിന്നെ ചാരിറ്റി ചെയ്യാൻ കാശ് കൊടുത്തോ ഇല്ലേ? എല്ലാ രാഷ്ട്രീയ പ്രവർത്തകരും ചാരിറ്റി ചെയ്യണമെന്നുണ്ടോ? അതും ഇങ്ങനെ വീട് വെച്ച് കൊടുക്കലും ബാക്കി പരിപാടിയൊക്കെ. അല്ലാതെ ആളുകളെ സഹായിക്കാമല്ലോ. അപ്പോൾ അഖിൽ ഉദ്ദേശിക്കുന്ന രാഷ്ട്രീയമല്ല 2020 രാഷ്ട്രീയം ഉണ്ടായിരുന്നത്. 2020 രാഷ്ട്രീയം വേറെ രീതിക്കാണ് വളരേണ്ടിയിരുന്നത്. അതായത് പാർട്ടിയിലേക്ക് വരണം, പാർട്ടി മെയിൻ ആവണം എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കോൺസെപ്റ്റാണ് 2020. പാർട്ടിക്ക് ഉപരി ഒരു വ്യക്തി മെയിൻ ആവണം, അല്ലെങ്കിൽ ഒരു വ്യക്തിയിലേക്ക് ഫോക്കസ്ഡ് ആവണം എന്ന് 2020 ആശയങ്ങളിൽ ഇല്ല എന്നാണ് എനിക്കിതെന്ന് മനസ്സിലാവുന്നത്. ഓക്കെ, ഇപ്പോൾ ബിഗ് ബോസ് പോയപ്പോഴും അഖിൽ പോയപ്പോൾ സംഭവിച്ചതാണ്. ഷോൻ്റെ മുകളിൽ അഖിൽ അങ്ങോട്ട് വളർന്നു, പുറത്തിറങ്ങിയിട്ടും അതേ വളർച്ചയെ പോയി നിന്നു. പിന്നെ അഖിലായിട്ട് എന്ത് ചെയ്ത് മണ്ടത്തരം കാണിച്ചും പറഞ്ഞു, എന്തൊക്കെയോ വിളിച്ച് പറഞ്ഞ് ലാസ്റ്റ് താഴെ ചാടി. ഇപ്പോഴും ആ ഷോൻ്റെ ഭാഗമായിട്ട് തന്നെ പോയി നിൽക്കേണ്ട ഗതികേടിലേക്ക് അഖിൽ പോയി. മനസ്സിലായോ? ഇതുതന്നെയാണ് ഇപ്പം ഇനി ഇവിടെയും സംഭവിക്കുക. ഈ പാർട്ടിക്ക് ഉപരി അല്ലെങ്കിൽ പാർട്ടിക്ക് മുകളിൽ ഞാനൊരു ഒരു 1 മാൻ ഷോ ആയിട്ട് വളരുക എന്നുള്ളതൊന്നും പൊളിറ്റിക്സിൽ, ഇപ്പോൾ ബിഗ് ബോസിൽ നടക്കും, പൊളിറ്റിക്സിൽ നടക്കില്ല. അഖിലെ ഒരു രാഷ്ട്രീയ പാർട്ടിയും അത് അല്ലെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞ പിണറായി വിജയൻ്റെ യുഗത്തിൽ ജനിച്ച് പിണറായി ആയിട്ട് ജനിച്ച് വളരേണ്ടി വരും. കാരണം ഇപ്പോൾ പാർട്ടിക്ക് മുകളിൽ പിണറായിയാണ്. അതൊക്കെ ഇങ്ങനെ വൺസ് ഇൻ എ ബ്ലൂ മൂൺ ഏതെങ്കിലും ഒരു രാഷ്ട്രീയക്കാരനെ കൊണ്ട് നടക്കുന്ന ഒരു, അല്ലെങ്കിൽ നമ്മൾ ചെയ്ത കർമ്മങ്ങൾ കൊണ്ട് നമ്മൾ അങ്ങനെ ആവണം. ഇപ്പോൾ ഉമ്മൻചാണ്ടിയെ പോലെ. ഇപ്പം അല്ലാതെ ഒന്നും ഐ ഡോണ്ട് തിങ്ക് സോ. ഇപ്പോഴത്തെ പൊളിറ്റിക്സിലൊന്നും അത് നടക്കുന്ന കാര്യമില്ല. പാർട്ടിയും പാർട്ടി ആശയങ്ങളൊക്കെ തന്നെ ആയിരിക്കും വലുത്. അതിന് മുകളിലൊരു ആ പാർട്ടിയിലൊരു പൊളിറ്റിക്കൽ ഫിഗർ എന്നുള്ള രീതിക്കാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ടേക്സ് ഹെൽ ലോട്ട് ഓഫ് ടൈം. അതിന് ഇപ്പം തന്നെ ഓടിക്കയറി 10 ചാരിറ്റി ചെയ്യണം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും പാർട്ടി നിൽക്കുമോ അതിന് വേണ്ടിയിട്ട്? പാർട്ടിക്ക് അതിൻ്റേതായിട്ടുള്ള തീരുമാനങ്ങളും വിഷയങ്ങളൊക്കെ ഉണ്ടാവില്ലേ? ഇലക്ഷൻ സമയം 24-25 ദിവസം നമ്മുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിനിടയിൽ നോമിനേഷൻ കൊടുക്കുന്ന ഒരു ദിവസം മാത്രമാണ് 2020 ചെയർമാനായ സാബു ജേക്കബ് നമ്മുടെ അടുത്ത് വന്നത്. നമ്മൾ വിചാരിച്ചു തൃപ്പൂണിത്തുറയിൽ പുള്ളി ഫുൾ ടൈം ഉണ്ടെന്ന്. അവിടെയുമില്ല. ഏറ്റവും പ്രധാനപ്പെട്ട അത്യാവശ്യം കേരളത്തിൽ രാഷ്ട്രീയമായി ചർച്ച ചെയ്തിട്ടുള്ള എന്നെപ്പോലെ ഒരാൾ മത്സരിക്കുന്ന ഒരു മണ്ഡലത്തിൽ പോലും പുള്ളി ഇതാണ് ചെയ്തു തരുന്നത്. പുള്ളി ഈ 2020 മണ്ഡലം പ്രസിഡന്റ് ജെയിംസ് ചേട്ടൻ ആയി ഞാൻ കഴിഞ്ഞ ദിവസം സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഇത്രയും നാളായിട്ട്
ഈ പുള്ളിയെ വിളിച്ചിട്ടില്ല, ഒരു നന്ദി പോലും പറഞ്ഞിട്ടില്ല. കാര്യം ഈ പുള്ളി ഈ മനുഷ്യൻ ഒറ്റയ്ക്ക് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഈ ഫുൾ ടൈം ഒരാൾ കൂടെ നടന്നിട്ട് പോലും ബിസിനസ് ഉള്ള ആളാണ്, അത് കളഞ്ഞിട്ട് നടന്ന ആളാണ്. അയാളുടെ അടുത്തൊരു നന്ദി പറഞ്ഞിട്ടില്ല. അപ്പോൾ രാഷ്ട്രീയമായിട്ട് 40 കോടി രൂപയോളം BJP-യിൽ നിന്ന് ലഭിച്ചതിന് ശേഷം സ്ഥാനാർത്ഥികളുടെ തലയിലേക്ക് ഇത് കൊണ്ടുവച്ച് നിങ്ങൾ ദയവ് ചെയ്ത് കെട്ടരുത്. അപ്പം അഖിൽ പറഞ്ഞ എന്താ, 40 കോടി രൂപ സാബു ജേക്കബിന് BJP-യിൽ നിന്ന് ലഭിച്ചു, അതല്ല ഉദ്ദേശിച്ചേ. ഇത് ആക്ച്വലി ആ ടൈമിൽ പറഞ്ഞു കേട്ടിരുന്നത് അഖിൽ മാരാറിന് 40 കോടി ലഭിച്ചു എന്നുള്ള രീതിക്കാണെങ്കിൽ, ഇപ്പം അഖിൽ മാരാർ വന്നിരുന്ന് പറയുന്നു 40 കോടി രൂപ സാബു ജേക്കബിന് ലഭിച്ചു. സാബു ജേക്കബ് ഡമ്മികളെ ഇറക്കി 2020 പാർട്ടി BJP-ക്ക് വേണ്ടി 40 കോടി മേടിച്ച്, എന്നാൽ നമ്മളിലേക്കൊന്നും എത്തിയില്ല. അതിൻ്റെ പ്രശ്നമാണോ അഖിലിന്? അതാണോ വിഷയം? അതോ ഇനി ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അഖിലിന് അറിയുന്നുണ്ടെങ്കിൽ അഖിൽ പുറത്ത് വിടണം, ഡെഫിനറ്റ്ലി പുറത്ത് വിടണം. കാരണം അങ്ങനെ സാബു ജേക്കബ് BJP-യിൽ നിന്ന് പൈസ വാങ്ങി ഡമ്മികളെ ഇറക്കി BJP-ക്ക് വേണ്ടി ഒരു കൂലിപ്പണി എടുത്തു എന്നുള്ളത് അഖിലിന് വ്യക്തമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അഖിൽ എന്തുകൊണ്ട് അത് പുറത്ത് വിടുന്നില്ല? കാരണം അഖിലിനെ നേരെയായിരുന്നു ഈ 40 കോടി 20 കോടി മേടിച്ചു എന്നുള്ള ആരോപണം വന്നിട്ടുണ്ടായിരുന്നത്. സോ അത് ക്ലിയർ ചെയ്യേണ്ടത് അഖിലാണ്. എൻഡ് ഓഫ് ദ ഡേ എനിക്ക് തോന്നുന്നില്ല അഖിലിന് അങ്ങനെ ഒരു പൈസ കിട്ടി എന്നുള്ളത്. ബട്ട് ഇങ്ങനൊരു സാധനം സാബു ജേക്കബിന് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതെന്ത് സെറ്റിൽമെൻറ്റാണെന്ന് നമുക്ക് അറിയണ്ടേ? ഇദ്ദേഹം വന്നത് ഇദ്ദേഹത്തിന്റെ വ്യക്തിപരമായ ചില ലക്ഷ്യങ്ങളുണ്ടായിരുന്നു. ഇദ്ദേഹത്തിന് 19, ഇപ്പം നിങ്ങൾ ആലോചിച്ചിട്ടില്ലേ, എറണാകുളത്ത് മാത്രമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് എന്തിനാണ് 19 സ്ഥലത്ത് മത്സരിച്ചത്? 19 സ്ഥലത്ത് മത്സരിക്കുന്നത് 19 സ്ഥലത്തു നിന്നുള്ള ഫണ്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. BJP-യിൽ നിന്ന് പുള്ളിക്ക് ഫണ്ട് കിട്ടിയിട്ടുണ്ടെന്നുള്ള കാര്യം എനിക്ക് കൃത്യമായിട്ട് അറിയാം. ഇത് ഞാൻ എന്ന് BJP-യുടെ തന്നെ ചില നേതാക്കന്മാർ മറ്റു പലരോട് പറഞ്ഞതിൽ നിന്നും, കാര്യം എനിക്ക് പണം കിട്ടി എന്ന രീതിയിൽ, അതായത് സാബു ജേക്കബിന് പണം കൊടുക്കുമ്പോൾ അതെനിക്കും കിട്ടുമല്ലോ എന്ന അർത്ഥത്തിൽ എന്നോട് സംസാരിച്ചപ്പോൾ എനിക്ക് 5 പൈസ കിട്ടിയില്ല. ഇതെന്താന്ന് വെച്ചാൽ പുറത്ത് നമ്മൾ എവിടെ ചെന്നാലും ഇതിന്റെ ഇടയിലൂടെ ഞാൻ വൈഫിന്റെ കുറെ ഗോൾഡ് കൊണ്ട് വിറ്റു. അപ്പോൾ എൻ്റെ അടുത്ത് വൈറ്റ് ഗോൾഡിന്റെ ആള് ചോദിക്കുകയാണ്, വൈറ്റ് ഗോൾഡിലാണ് ഞാൻ കൊണ്ട് വിറ്റത്. അപ്പോൾ പുള്ളി ചോദിക്കുകയാണ്, അല്ല ആക്ച്വലി മോണിറ്ററി ബെനിഫിറ്റ് ഒന്നും ഉണ്ടായില്ല, ഞങ്ങളെല്ലാം വിചാരിച്ചത് അഖിലിന് അങ്ങനെ ഉണ്ടായില്ല എന്നുള്ളതാണ്. ഞാൻ ഇദ്ദേഹം ഒരുപാട് നല്ല മനുഷ്യനാണെന്നാണ് ഞാൻ വിചാരിച്ചത്. ഇപ്പോൾ 2020-യുടെ ആശയത്തോട് ഭയങ്കര യോജിപ്പുള്ള ഒരാളായിരുന്നു ഞാൻ. ഒരു സ്വതന്ത്ര കാഴ്ചപ്പാട്, ജനങ്ങൾക്ക് വേണ്ടി നല്ലത് ചെയ്യുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം, കിഴക്കമ്പലത്ത് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുള്ള. പക്ഷെ പിന്നീട് ഇതിന്റെ യാഥാർത്ഥ്യം എന്താ, കിഴക്കമ്പലത്ത് ചെയ്ത പലതും 2020-ക്ക് അല്ല കിറ്റെക്സിന് വേണ്ടിയിട്ടാണ്. കിറ്റെക്സിന്റെ പല കാര്യങ്ങളും നടത്തിയെടുക്കാനും, എത്ര വലിയ കമ്പനിയാണെന്നുണ്ടെങ്കിൽ ഒരു പഞ്ചായത്തിന്റെ ഒരൊറ്റ ലെറ്റർ മതി ആ സ്ഥാപനം പൂട്ടിപ്പോകാൻ. അങ്ങനെ ഒരു ലെറ്റർ ഒരു കാലത്തും വരാതിരിക്കണമെങ്കിൽ ആ പഞ്ചായത്തിന്റെ ഭരണം അദ്ദേഹത്തിന്റെ കയ്യിലായിരിക്കണം. അവിടെ ജനങ്ങളെ എങ്ങനെ നിർത്തി? ആനുകൂല്യങ്ങൾ കൊടുത്തു നിർത്തി. ആനുകൂല്യങ്ങൾ ലഭിക്കുന്ന ജനത അവർക്കൊപ്പം നിന്നു. ഏതാണ്ട് 1600 കോടി രൂപയുടെ നഷ്ടം കിറ്റെക്സിനുണ്ട്. അത് അമേരിക്കൻ താരിഫ് വർദ്ധിപ്പിച്ചതിനെ തുടർന്ന് കിറ്റെക്സിനുണ്ടായ നഷ്ടമാണ്. ഞാൻ ഷെയർ ട്രേഡ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഈ നഷ്ടം നികത്താൻ അദ്ദേഹം കേന്ദ്രവുമായി ചേരുമ്പോൾ തെലങ്കാനയിൽ അദ്ദേഹത്തിന് പല പ്രോജക്റ്റുകളും പാസ്സാക്കി എടുത്തിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, കേന്ദ്രം ടെക്സ്റ്റൈൽസ് ഇൻഡസ്ട്രിയുടെ ഭാഗമായിട്ട് 10,000 CRO മറ്റോ ആണെന്ന് തോന്നുന്നു ഒരു പ്രോജക്റ്റ്. അതിന്റെ കറക്റ്റ് റിപ്പോർട്ട് നിങ്ങളൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കുക. അതിൽ ഓരോ കമ്പനികളെ ഉൾക്കൊള്ളിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും കമ്പനിയുടെ ഷെയർ വാല്യൂ വർദ്ധിക്കും, കിറ്റെക്സിനും പ്രയോജനപ്പെടും. ഇന്നല്ലെങ്കിൽ നാളെ തന്റെ കമ്പനിയെ രക്ഷിച്ചെടുക്കുക എന്ന ലക്ഷ്യത്തോട് കൂടിയിട്ടാകണം ഇന്നലകളിൽ അതിശക്തമായി 3 രാഷ്ട്രീയ പാർട്ടികളെ വിമർശിച്ച ഒരു മനുഷ്യൻ പോയത്. പക്ഷെ അയ്യൻ്റെ അഖിലേ, ഇത്രയൊക്കെ ഈ പാർട്ടിയെക്കുറിച്ച് ഇപ്പോൾ കാര്യങ്ങൾ പുറത്ത് വിളിച്ച് പറയുമ്പോൾ ഞാനൊക്കെ എങ്ങനെ അറിയൂ? ഒരു മുട്ടുസൂചി വാങ്ങാൻ പോവുകയാണെങ്കിലും അത് എന്തിനെനിക്ക് ഉപകാരപ്പെടും, അത് എന്തിന് ഞാൻ ഉപയോഗിക്കാം, അതിൻ്റെ മെയ്ഡ് എന്താ, അത് എത്ര കാലം നിലനിൽക്കും, അതിൻ്റെ പ്രോസ് ആൻഡ് കോൺസ് ഒക്കെ നമ്മൾ ആലോചിച്ച് ചിന്തിക്കില്ല. അപ്പോൾ രാഷ്ട്രീയം നമ്മൾ നേരെ ഒരു എൻട്രി എടുക്കാൻ പോവുകയാണ്, ആദ്യത്തെ പാളിപ്പോയി. ഓക്കെ, ഇപ്പം ഞാനിരിക്കുന്നത് ഒരു 10 ആൾ അറിയുന്നൊരു മുഖമായിട്ടാണ്. ഞാനൊരു രാഷ്ട്രീയ പാർട്ടിയിലേക്ക് പൊളിറ്റിക്സിലേക്ക് എൻ്റർ ചെയ്യാൻ പോകുമ്പോൾ ഞാൻ പോയി റെപ്രസെൻ്റ് ചെയ്യുന്ന പാർട്ടി, അതിൻ്റെ നേതൃത്വമൊക്കെ എന്ത് രീതിയിലുള്ള ആളുകളാണ്, അവരുടെയൊക്കെ എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണ്ടേ? അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഇതൊന്നും അന്ന് പാർട്ടിയെക്കുറിച്ച് അഖിൽ പറഞ്ഞിട്ടില്ല. സാബു ജേക്കബ് ഈ 40 കോടി അല്ലെങ്കിൽ ഇതേപോലെ പല സ്ഥലങ്ങളിലും ആളുകളെ നിർത്തുന്നത് BJP-ന്ന് ഫണ്ട് വാങ്ങാനെന്നുള്ളത് അഖിലിന് അറിയില്ലായിരുന്നോ? അപ്പോൾ അഖിൽ എക്സ്പെക്ട് ചെയ്തിരുന്നു അങ്ങനെ വാങ്ങുന്ന ഫണ്ടിൽ നിന്നൊരു പങ്ക് എനിക്ക് കിട്ടും എന്നുള്ളത് അഖിൽ എക്സ്പെക്ട് ചെയ്ത് പോയി നിന്നതാ? കിട്ടാതായപ്പോൾ വന്നതാണോ? അല്ലെങ്കിൽ ഞാൻ സ്ട്രെയിറ്റ് അവേ അഖിലിനോട് ചോദിക്കുകയാണ്, അങ്ങനത്തെ വല്ല സംഗതികളും ഉള്ളതുകൊണ്ടാണോ ഇപ്പോൾ ചാടിക്കയറി വന്നത്? സീരിയസ്ലി മാൻ, അഖിൽ അത്ര വോട്ടറൊന്നുമല്ല. അഖിലിന് ഓൾറെഡി അറിയാം എന്തുകൊണ്ട് BJP ആയിട്ട് ഇവരുടെ അയ്യപ്പായിരുന്നു. ഈ ചങ്ങായി എന്തുകൊണ്ടാണ് സാബു ജേക്കബ് ഇത്രത്തോളം എന്താ പറയുക, ഈ പൊളിറ്റിക്കൽ ഗെയിം ഈ 19-18 സീറ്റിലൊക്കെ ആളെ നിർത്തി കളിപ്പിച്ചതെന്നുള്ളത്. ഫിനാൻഷ്യൽ സാധനം തന്നെ. പിന്നെ BJP പോകാൻ താല്പര്യമില്ലാത്തവർക്ക് 2020 വന്ന് നിന്നാൽ നൈസായിട്ട് ചാണകം വിളി സംഖ്യ വിളി കേൾക്കാതെ വന്നിരുന്നിട്ട് എന്ത് ചെയ്യാം, കുറച്ച് സെലിബ്രിറ്റീസിനെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് അവർക്ക് ഗെയിം കളിപ്പിക്കാം. അത് BJPക്ക് നിർത്തി കളിപ്പിക്കണേക്കാൾ നല്ലത് ഇവിടെ നിർത്തി കളിപ്പിക്കാമെന്ന് BJPയും വിചാരിച്ചു. അപ്പം അങ്ങനെ ഒരു സാധനത്തിനെ കുറിച്ചൊന്നും അഖിലിന് ആദ്യം ഒരു ധാരണ ഉണ്ടായിരുന്നില്ലേ?
അതോ ധാരണ ഉണ്ടായ സ്ഥലത്ത് അതിൽ നിന്നൊരു പങ്ക് കിട്ടാമെന്ന് വിചാരിച്ച് കിട്ടാതെ ആയപ്പോഴാണോ ഇമാതിരി ചാടിക്കളി ഇറങ്ങിയേ? നിങ്ങൾ ആരും ദയവ് ചെയ്തത് പറയരുത്. നിങ്ങളിൽ പലരും ഇലക്ഷന് ശേഷം ഞാനൊരു ഇലക്ട്രിക് വണ്ടി എടുത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പം കരുതി ഇവൻ ഇലക്ഷന് ഫണ്ട് കിട്ടിയതുകൊണ്ടാണ് ഇലക്ട്രിക് വണ്ടി എടുത്തത്. എന്റെ പൊന്ന്, എന്റെ മക്കളാണ് സത്യം. ബെൻസ് പതുക്കെ അങ്ങ് വിറ്റിട്ട് ഇലക്ട്രിക് വണ്ടിയിൽ നടന്നാൽ മാസമുള്ള ചെലവ് കുറയും. കാര്യം എന്റെ അച്ഛന് ക്യാൻസറാണ്. ഞാൻ എറണാകുളത്ത് നിന്ന് ഞാൻ കൊട്ടാരക്കരയ്ക്ക് ഒരു മാസത്തിൽ ഒരു 10 പ്രാവശ്യമെങ്കിലും പോകേണ്ട സാഹചര്യം പലപ്പോഴും ഉണ്ടാവും. ഇത് ആരെയും കാണിക്കാൻ വേണ്ടി പോകുന്നതല്ലോ, ഞാൻ പോയി വരുന്ന കാര്യമല്ലേ. അതിന് ബെൻസിൽ പോയി വരണമെന്നുണ്ടെങ്കിൽ ഏറ്റവും കുറഞ്ഞത് 4000-5000 രൂപ ചെലവാണ്. ഇലക്ട്രിക് വണ്ടി ആകുമ്പോഴത്തേക്ക് ലാഭം ഉണ്ടാവും. എനിക്ക് വരുമാനം വരുന്നത് അവസാനിച്ചു. ഇന്ത്യയിലേക്ക് പോയതിനു ശേഷം എന്നോട് അത്രയും അടുപ്പമുള്ള എന്നെ മനസ്സിലാക്കുന്ന ആൾക്കാർ എന്നെ വിളിച്ചത് മാറ്റി നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പല വരുമാനങ്ങളും അവസാനിച്ചു. ഇതേ സമയം നമ്മൾ പഴി കേൾക്കേണ്ടി വരുന്നു. ഈശ്വരൻ അനുഗ്രഹിച്ച് ഏഷ്യാന്റെ തന്നെ മറ്റൊരു ഷോയുടെ ഭാഗമായി ഞാൻ മുന്നോട്ട് പോകുന്നത് കൊണ്ട് എനിക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു അവസരം സൃഷ്ടിക്കപ്പെട്ടു എന്നുള്ളതാണ്. അല്ലാതെ ഇവരുടെ ഭാഗത്തു നിന്ന് നമുക്ക് യാതൊരു വിധത്തിലുള്ള രാഷ്ട്രീയം പറയാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ. അതിനുള്ള അവസരം ഉണ്ടായിട്ടില്ല. ബെൻസ് മാറ്റാതെ ഇലക്ട്രിക് എടുത്ത കഥ. ഓക്കെ, ഇലക്ട്രിക് ഞാനും എടുത്തു. ഞാൻ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു CRI EV എടുത്തു. ആണ് പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും പൈസ സീനാണ്. എനിക്ക് ഒരുപാട് ഓട്ടോ ഉള്ളതാണ്. ഞാൻ മോസ്റ്റ് ഓഫ് ദ ടൈം കാറിൽ സ്പെൻഡ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഫിനാൻഷ്യലി ഓക്കെ ആവാൻ വേണ്ടി ഇലക്ട്രിക് എടുത്തു. ആൻഡ് ഇപ്പോഴത്തെ ഇലക്ട്രിക് റെവല്യൂഷൻ ഉണ്ടല്ലോ, അതിൻ്റെ ഭാഗമാവാം എന്നൊക്കെ തിങ്ക് ചെയ്താണ് എടുക്കുന്നത്. അഖിൽ പറഞ്ഞ പോലെ അഖിലിന് ഫിനാൻഷ്യൽ സീനുകൾ ഉണ്ടാവാം, ഉണ്ടായിരിക്കാം, ഒക്കെ ഉണ്ട്. പക്ഷെ അങ്ങനെയുള്ള അഖിൽ എൻ്റെ അറിവിൽ ബെൻസ് മേബാക്ക് ആക്കാൻ എങ്ങാണ്ട് കൊടുത്തു പോകുന്നുണ്ട്. 10-13-12 ലക്ഷം ഒക്കെ ആവുമായിരിക്കും. എൻ്റെ അറിവിൽ അങ്ങനെയാണ്. മേബാക്ക് ആക്കണമെങ്കിൽ അത്രയും പൈസ ചിലവുണ്ട്. കാരണം ഞാനും GL ഉപയോഗിക്കുന്ന ഒരാളാണ്. അഖിലിന് GL ആണ്. അപ്പോൾ മേബാക്ക് ആക്കണമെന്നുണ്ടെങ്കിൽ മിനിമം 10 ലക്ഷം രൂപ പോകും. അപ്പോൾ ഇതിനിടയിൽ അങ്ങനെ ഫിനാൻഷ്യൽ പ്രശ്നമുള്ള ഒരാൾ കയ്യിലുള്ള ബെൻസ്, അതിന് പ്രൊമോഷൻ കിട്ടിയതാണോ അറിയില്ല കേട്ടോ. നമ്മൾ പെരിയ ആൾക്കാരാണ്, നമ്മളെപ്പോലെയല്ല. അഖിലിനൊക്കെ ചിലപ്പോൾ അത് പ്രൊമോഷനായിട്ട് കിട്ടുക. എന്നാലും 10 ലക്ഷമൊക്കെ പ്രൊമോഷൻ കൊടുക്കുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്, കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊരു വണ്ടി. അപ്പോൾ അത്ര ഫിനാൻഷ്യൽ ക്രിഞ്ചുള്ള ആൾക്കാർ അങ്ങനെയൊക്കെ ചെയ്യുമോ? ഓക്കെ, EV എടുത്തത് ഫൈൻ. എഗെയിൻ ലോണിലൊക്കെ ആയിരിക്കും. ഞാനും ഈ പറഞ്ഞ പോലെ ലോണിലൊക്കെയാണ് EV എടുത്തിട്ടുള്ളത്. സോ EV കൊണ്ട് ഓടിച്ച് മുതലാക്കാൻ തന്നെയാണ് നമ്മളീ തോന്നൽ. അതൊന്നും രാഷ്ട്രീയമായിട്ടോ അല്ലെങ്കിൽ ഇതൊന്നും നമ്മൾ നാട്ടുകാരോട് പറയേണ്ട ആവശ്യമില്ല. മനസ്സിലായി? ഇതൊന്നും നമ്മൾ ഒരു നാട്ടുകാരോട് പറയേണ്ട ആവശ്യമില്ല, ഒരാളെയും ബോധിപ്പിക്കേണ്ട കാര്യമില്ല. നാട്ടുകാർക്ക് എന്താ, അഖിൽമാരും നാടിനെ സേവിക്കാൻ ഇറങ്ങുന്നു. ആ ഒരു രാഷ്ട്രീയക്കാരെന്നുള്ള നിലയ്ക്ക് നമ്മൾ അയാളെ എങ്ങനെ വിലയിരുത്താം എന്നുള്ള ആൾക്കാരുടെ മുന്നിലേക്ക് ഇതുപോലെ വന്നിരുന്നു ഓരോ കാര്യങ്ങൾ പറഞ്ഞ് മെഴുകാതിരിക്കുക എന്നുള്ളത് എനിക്ക് അഖിലിനോട് പറയാനുള്ളൂ. ഇനി ഇന്നലെ മറുനാടൻ വിളിച്ച സമയത്ത് സാബു കൊടുത്തൊരു എക്സ്പ്ലനേഷൻ ഉണ്ട്. നമ്മുടെ അഖിൽ മാരാറ് പാർട്ടി വിട്ടെന്നും സാബു ജേക്കബ് വ്യക്തിപരമായ താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രം അങ്ങനെ കുറെ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. എന്താ അങ്ങേക്ക് അത് എന്താ പറ്റിയെന്ന് അറിയാമോ? അല്ല, ഇതിനകത്ത് അഖിൽ മാരാറ് ഇവിടെ നമ്മുടെ ഒരു സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചു. അത് ആദ്യം കൊട്ടാരക്കര നമുക്ക് മത്സരിക്കാമെന്നുള്ള ഒരു തീരുമാനമാണ് എടുത്തത്. അത് ഞാൻ BJP നേതൃത്വമായിട്ട് സംസാരിച്ചു കഴിഞ്ഞപ്പോ അവര് അതിന് സമ്മതം പറഞ്ഞതുമാണത്. പക്ഷെ അതിനിടയ്ക്ക് ഏതോ സ്ഥാനാർത്ഥി അവരുടെ വരികയും ആ സീറ്റ് നമുക്ക് കിട്ടാതെ വരികയും ചെയ്തു. ശരി. അപ്പോ നമുക്ക് പിന്നെ നമ്മുടെ മുന്നിലുള്ളത് തൃക്കാക്കരയാണ് നമുക്ക് തന്നത്. അപ്പോ അവിടെ നമ്മൾ കൊടുത്തു, മത്സരിച്ചു. അതിന്റെ മുഴുവൻ ചെലവുകളും എല്ലാ മത്സരിച്ചവരുടെയും മുഴുവൻ ഒരു പൈസ പോലും ഒരു സ്ഥാനാർത്ഥികളും എടുത്തിട്ടില്ല. അപ്പോ ഇപ്പോ ആരോപണം ആർക്ക് വേണമെങ്കിലും എന്തിനാണ് എന്താണ്, കാരണം ഔദ്യോഗികമായിട്ട് പുള്ളിക്ക് ഈ പാർട്ടിയിൽ ഒരു സ്ഥാനവുമില്ല. കാരണം ഒരു വാർഡ് കമ്മിറ്റി പോലും പുള്ളി ആളല്ല. അപ്പൊ മത്സരിച്ചു അതിനുശേഷം തൃക്കാക്കര തന്നെ നിന്ന് പാർട്ടി അത് നമ്മൾ പ്രവർത്തിക്കുക, അടുത്ത 5 വർഷം പ്രവർത്തിച്ച് നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു. പക്ഷെ പുള്ളിക്ക് തിരിച്ച് കൊട്ടാരക്കരയ്ക്ക് പോകണമെന്ന് പറഞ്ഞു പോയി. അത്രേ ഉണ്ടായിട്ടുള്ളൂ. ഈ തൃപ്പൂണിത്തറ നമുക്ക് കിട്ടിയായിരുന്നല്ലോ, പുള്ളിക്ക് തൃപ്പൂണിത്തറ കൊടുക്കാന്ന് പറഞ്ഞ് പറ്റിച്ചെന്നാണ് പിന്നെ പറയുന്നത് പുള്ളി. അല്ല, അങ്ങനെ ഞാനായിട്ട് പറഞ്ഞിട്ടില്ല, പാർട്ടിയിലാരും പറഞ്ഞിട്ടില്ല തൃപ്പൂണിത്തറ കൊടുക്കാം. ഓക്കെ. തൃപ്പൂണിത്തറയൊക്കെ ഏറ്റവും ലാസ്റ്റ് ആണ് അനുവദിച്ച് കിട്ടിയത്. ഓക്കെ. നമുക്കിപ്പോ കൊട്ടാരക്കര കൊടുക്കാമെന്ന് പറഞ്ഞതാണ്. അത് BJP നേതൃത്വം അതറിയാം. രശ്മി എന്ന് പറഞ്ഞൊരു സ്ഥാനാർത്ഥി കിട്ടി. അത് വന്നു കഴിഞ്ഞപ്പോ നമ്മളൊരു മുന്നണി സംവിധാനത്തിന് നമ്മൾ പല വിട്ടുവീഴ്ചകളും ചെയ്യില്ല. അപ്പൊ അത് ചെയ്തു. അവിടെ മത്സരിക്കാൻ പറ്റിയില്ല. പിന്നെ നമ്മുടെ മുമ്പിൽ ഉണ്ടായിരുന്ന ഓപ്ഷൻ അതാണ്, അത് നമ്മൾ കൊടുത്തു. കൊല്ലം ജില്ലാ പ്രസിഡന്റ് സ്ഥാനം അതിപ്പോ അന്ന് വേണ്ടെങ്കിൽ വേണ്ട എന്ന് പറഞ്ഞ പോലെ മത്സരിക്കുന്നില്ല, ആരും നിർബന്ധിച്ച് മത്സരിപ്പിക്കുന്നില്ലല്ലോ. കോട്ടയം ജില്ലാ ഇപ്പോ ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഇതെങ്ങനെയുള്ള കുറ്റങ്ങൾ പറയുന്നത് ശരിയല്ലല്ലോ. അപ്പൊ അന്ന് കൊട്ടാരക്കര ശരിയാണ്, മത്സരിക്കാൻ സാധിച്ചില്ല. ഇവിടെ കൊടുത്തു. അവിടെ വേണ്ട എന്നുണ്ടെങ്കിൽ പുള്ളിക്ക് മത്സരിക്കണ്ടായിരുന്നു. അതിനകത്ത് മത്സരിച്ചിട്ട് വേറെ ആളുകൾ മത്സരിപ്പിക്കും.
കൊല്ലം ജില്ലാ പ്രസിഡന്റ് സ്ഥാനം ചോദിച്ചിട്ട് കൊടുത്തില്ല എന്ന് പറയുന്നു. അല്ല, അങ്ങനെ നമുക്കിപ്പോ തൃക്കാക്കര മത്സരിച്ച ആള് തൃക്കാക്കരത്തൊക്കെ നിന്ന് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് പാർട്ടി എല്ലാ സ്ഥലത്തും എടുത്ത തീരുമാനം. മനസ്സിലായി. അതേ അവിടെയാണ് താമസിക്കുന്നത് അല്ലേ, വീട് അവിടെ. വ്യക്തിപരമായിട്ടുള്ള കാരണം കൊണ്ട് അങ്ങോട്ട് പോവാണ്. കൊല്ലം ജില്ലയുടെ മൊത്തം ചാർജ് കൊടുത്തു കഴിഞ്ഞാൽ കൊല്ലത്ത് പാർട്ടി വളർത്താമെന്ന് പുള്ളി പറഞ്ഞു. നമുക്ക് അതിനുള്ളൊരു കോൺഫിഡൻസ് തോന്നിയില്ല. കാരണം ഞങ്ങളുടെ സംവിധാനത്തില് ജില്ലാ പ്രസിഡന്റ് എന്നൊരു പോസ്റ്റ് ഇല്ല. ഞങ്ങൾക്ക് നിയോജക മണ്ഡലം കഴിഞ്ഞു കഴിഞ്ഞാൽ സംസ്ഥാന കമ്മിറ്റിയാ ഉള്ളത്. അപ്പോ കൊല്ലത്ത് ഇപ്പോ 3 നിയോജക മണ്ഡലത്തിൽ ഓൾറെഡി നിയോജക മണ്ഡലം പ്രസിഡന്റ്മാരും കമ്മിറ്റി സംവിധാനങ്ങളും ഉണ്ട്. അപ്പൊ അവിടെ നമുക്ക് കൊണ്ടുവന്നിട്ടൊരു ജില്ലാ പ്രസിഡന്റ് എന്ന് പറഞ്ഞ ഒരു പുതിയൊരു സംവിധാനം ഉണ്ടാക്കാനായിട്ട് ഞങ്ങള് ശ്രമിച്ചില്ല. സാബു വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടാണ് കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അതായത് ഈ അഖിൽ മാരാർ എന്ന് പറഞ്ഞ വ്യക്തിയെ അയാളുടെ സോഷ്യൽ മീഡിയ പരാമർശങ്ങൾ ഇയാൾ എഴുതിയിട്ടതിൽ തന്നെ ഉണ്ട്. ഗർഭം റിലേറ്റഡ് ആയിട്ടൊക്കെ പറഞ്ഞ പല സാധനങ്ങളും ഉണ്ട്, പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ട് പറഞ്ഞൊക്കെ. അങ്ങനെയൊക്കെ കുറേ സാധനങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇയാളൊരു കംപ്ലീറ്റ് വർക്കറായിട്ട് ഇവർക്ക് എടുക്കാൻ ഭയങ്കര പാടായിട്ട് തോന്നിക്കാണും. പിന്നെ ഈ പറഞ്ഞ പോലെ അയാളുടെ പേഴ്സണൽ താല്പര്യത്തിനാണെങ്കിൽ കൊല്ലം വേണം എന്ന് പറയുന്നത്. തൃക്കാക്കര നിന്ന് തോറ്റ ഒരാൾ ആ തൃക്കാക്കരേൻ്റെ 5 വർഷം പണിയെടുത്ത് അവിടെയുള്ള ആളുകളായിട്ട് ഒന്നും കൂടി മിങ്കിളായി അടുത്ത വർഷം അത് പിടിച്ചെടുക്കുക സീറ്റ് എന്നുള്ളത് നോക്കല്ലേ ഒരു രാഷ്ട്രീയക്കാരനാണെങ്കിൽ ചെയ്യേണ്ടതല്ല. പേഴ്സണൽ ലാഭത്തിന് അല്ല ഞാൻ അപ്പുറത്തേക്ക് പോവാണ് കൊല്ലത്തേക്ക്, എനിക്ക് അവിടുത്തത് മതി, എനിക്ക് അവിടുത്തെ മണ്ഡലം പ്രസിഡന്റ് ആണെന്നൊക്കെ പറഞ്ഞാൽ അവിടെ പോയി അവിടെ നിൽക്കുന്നവർക്ക് വെറും പേഴ്സണൽ ലാഭങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പരിപാടികളാണ്. അഖിൽ ആസ് എ പൊളിറ്റീഷ്യൻ ഞാൻ പറഞ്ഞല്ലോ, അല്ലെങ്കിൽ പൊളിറ്റിക്സ് എന്നുള്ളതിൽ ക്രിട്ടിക്കായിട്ട് നിൽക്കാം. അതിലുപരി ഒരു രാഷ്ട്രീയക്കാരൻ എന്നുള്ള രീതിക്ക് നിന്ന് ജനങ്ങളെ സേവിക്കാനുള്ള മനസ്സോ അല്ലെങ്കിൽ പ്രാപ്തിയുള്ള ഒരു മനുഷ്യനായിട്ട് എനിക്ക് തോന്നുന്നില്ല. സെലിബ്രിറ്റി ആയിട്ട് നിന്ന് തന്നെ ആളുകൾക്ക് ചാരിറ്റി ചെയ്യാൻ നിങ്ങൾക്ക് അതൊരു വിഷയമുള്ള കേസല്ല. അല്ലെങ്കിൽ പിന്നെ സ്വന്തം പാർട്ടി ഉണ്ടാക്കുക, സ്വതന്ത്രനായിട്ട് നിൽക്കുക, കാര്യങ്ങൾ ചെയ്യുക, അതും ആവാലോ, അങ്ങനെയും ചെയ്യാം അഖിലിന്. അല്ലാത്ത പക്ഷം ഞാൻ പറഞ്ഞു അഖിലിന് ഒരു സ്ഥലത്ത് നിൽക്കാൻ ഭയങ്കര പാടായിരിക്കും. കാരണം അഖിലിന് അഖിലിന് തോന്നിയ കാര്യങ്ങൾ മാറ്റി മറിച്ചും പറയേണ്ടി വരും. അതൊന്നും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് അകത്ത് നിന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല. പിന്നെ ഇവർ തന്നെ 2020 വളരെ ക്ലിയറാണ്. അഖിലിൻ്റെ പല പരാമർശങ്ങളും പല ഇതേപോലുള്ള ഓപ്പൺ പോസ്റ്റുകളും അല്ലെങ്കിൽ പല സംഗതികളൊന്നും അവർക്ക് ആക്സെപ്റ്റബിൾ അല്ല. ഒരു ഡെക്കറും ഉണ്ട് ഒരു പാർട്ടിക്കകത്ത് നിൽക്കുമ്പോൾ. ഒരു പാർട്ടിയുടെ ഉള്ളിലേക്ക് പോയാൽ അതാണ് വിഷയം. പിന്നെ ആ പാർട്ടിക്കാരൻ ആ പാർട്ടിയുടെ ഡെക്കറത്തിനകത്ത് നിൽക്കണം. അങ്ങനെ ഡെക്കറത്തിനകത്ത് നിൽക്കുന്നൊരു പാർട്ടി ബേസ്ഡ് പൊളിറ്റീഷ്യൻ ആവാൻ അഖിലിനെ കൊണ്ട് സാധിക്കില്ല എന്ന് അഖിൽ തിരിച്ചറിയുകയാണെങ്കിൽ ഇനിയെങ്കിലും ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി പോയിട്ട് മൂഞ്ചാതിരിക്കുക. ഓക്കെ, പിന്നെ എങ്ങനെ നാട്ടുകാർ മുന്നിൽ വന്നിരുന്നിട്ട് ഓന്തുമാരാർ പല പേരും കേൾക്കേണ്ടി വരും. ആക്ച്വലി എനിക്ക് ഇയാളെ പേഴ്സണലി ഇയാൾ ഭയങ്കര അത്യാവശ്യം കിടിലൻ ആളാണ്. ഉള്ള കാര്യം പറയാം, ഞങ്ങൾ തമ്മിൽ പല വിഷയങ്ങളും ഉണ്ടായിട്ടുണ്ടെങ്കിലും പേഴ്സണലി നമ്മൾ തമ്മിൽ ഒന്നുമില്ല. അയാൾ നല്ല മനുഷ്യനാണ്, എൻ്റർടൈനറാണ്, അത്യാവശ്യത്തിൽ കൂടുതൽ നോളജുള്ള ഒരാളാണ്. ബട്ട് എവിടെയൊക്കെയോ ഞാൻ വലിയൊരു സംഭവമാണെന്ന് കാണിക്കാനുള്ള തത്രപ്പാടിൽ പല വള്ളികളും പോയി പിടിച്ചിട്ടുണ്ട്, പല സ്ഥലത്തും പോയി എക്സ്പോസ്ഡ് ആയിട്ടുണ്ട്. അത് എക്സ്പെഷ്യലി ആഫ്റ്റർ ബിഗ് ബോസ് ഈ ചങ്ങായിക്ക് ഒരു അന്തമില്ല എങ്ങനെയാണ് അത് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. സോ ഇനിയും ഇതേപോലുള്ള സാധനങ്ങളിൽ പോയിട്ട് സ്വയം നാറാതിരിക്കുക, രാഷ്ട്രീയത്തിൽ കയറിക്കോ, ഒറ്റയ്ക്ക് നിന്നോ, ഒറ്റയ്ക്ക് കാര്യങ്ങൾ ചെയ്തോ, അതിനുള്ള കപ്പാസിറ്റി ഉണ്ട്, അതിനുള്ള വാക്കുണ്ട്, അതിനുള്ള വിവരമുണ്ട്. അങ്ങനെ നിങ്ങൾ ഒറ്റയ്ക്ക് നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ സപ്പോർട്ടും ഉണ്ടാവും. ഓക്കെ, ദാറ്റ്സ് ഇറ്റ് ഗൈസ്. അപ്പോൾ അഖിൽ മാരാർ വിഷയം ഇനി എന്തെങ്കിലും സാബു ജേക്കബ് പുറത്ത് വിടുമോ ഇല്ലെന്ന് നമുക്കറിയില്ല. 40 കോടി വാങ്ങി, അല്ലെങ്കിൽ അഖിൽ മാരാരെ ഞാൻ പറയുമ്പോൾ പുറത്ത് വിടണം. 40 കോടി മേടിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അറിയണമല്ലോ ജനങ്ങൾ എത്ര പാർട്ടിക്കാർ എത്ര പൈസ ഒഴുക്കി, അല്ലെങ്കിൽ അത് ഏത് രീതിയിലാണ് പോകണമെന്നുള്ളത്.